തണ്ടും തടിയും തന്റേടവുമുള്ള മധ്യ തിരുവിതാംകൂർ അച്ചായന്റെ ആരെയും കൂസാത്ത പോരാട്ട വീര്യങ്ങൾ തന്റെ തൂലികയിലേക്ക് ആവാഹിച്ചെടുത്തതുപോലെയായിരുന്നു തലമുറകളെ ത്രസിപ്പിച്ച ആ കഥാപാത്ര നിര. കൂളിംഗ് ഗ്ലാസും സഫാരി സ്യൂട്ടും ചുണ്ടിൽ പുകയുന്ന സിഗരറ്റുമായി അടിമുടി സ്റ്റൈലിഷായി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ നായകന്മാർ ഹീറോയ്ക്കും വില്ലനുമിടയിൽ അതുവരെ കണ്ട് പരിചിതമല്ലാത്ത ഒരു കഥാപാത്ര തലം കൂടി മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആന്റി ഹീറോ. ജി കൃഷ്ണമൂർത്തിയും വിൻസെന്റ് ഗോമസും കുട്ടപ്പായിയും കുഞ്ഞച്ചനും കണ്ണൻ നായരും രവിവർമ്മയും ടോണി കുരിശെങ്കിലും അടങ്ങുന്ന എത്രയോ ഉശിരൻ കഥാപാത്രങ്ങളെ കൊട്ടകയിലേക്ക് ഇറക്കിവിട്ട ഒരു എഴുത്തുകാരൻ. മലയാള സിനിമയിലെ എക്കാലത്തെയും മഹാനടന്മാരെ താരസിംഹാസനത്തിലേക്ക് പ്രതിഷ്ഠിച്ച തൂലികയ്ക്ക് ഉടമ. ഒരു തിരക്കഥാകൃത്ത് എന്നതിനോടൊപ്പം തന്നെ മനുവങ്ങളും അഥർവവും പോലെ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ. ഓർമ്മയിലെന്നും ഡെന്നീസ് ജോസഫ്. അഴകും ആകാരഭംഗിയും അതിലേറെ അഭിനയശേഷിയുമുള്ള ഒരു താരം. ഡെന്നീസ് ജോസഫിന്റെ തൂലികയിൽ നിന്നും ഒരു എവർഗ്രീൻ വില്ലൻ കഥാപാത്രത്തെ സ്വീകരിച്ചുകൊണ്ട് തന്റെ കരിയർ മാറ്റിമറിച്ച അഭിനേതാവ്. സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും എന്നീ പരിപാടിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട അഭിനേതാവ്, പ്രിയപ്പെട്ട ദേവേട്ടൻ. ദേവേട്ട, സ്വാഗതം. ഓർമ്മയിലെന്നും ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക്. ദേവേട്ടന് ഒരുപാട് സിനിമകൾ, നിർമ്മാണം, അഭിനയം തുടങ്ങിയ മേഖലകളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആദ്യം ദേവേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു കരിയറിലൊരു ബ്രേക്ക് ആവുന്നത് ന്യൂഡൽഹി എന്ന് പറയുന്ന ചിത്രത്തിലെ ശങ്കർ എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ്. ദേവേട്ടൻ പുറമെ നമുക്ക് പരിചയമുള്ളൊരു ദേവേട്ടൻ വളരെ സൗമ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ സിനിമയിലെ അത്രയും ഒരു പ്രതിനായക സ്വഭാവമുള്ള കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്, എങ്ങനെയാണ് എത്തിയെന്നൊക്കെ ഡെന്നീസ് സാറിനോട് ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. അത് എനിക്കും അത്ഭുതമാണ് വാസ്തവത്തില്. ഞാൻ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ആലോചിച്ചാൽ ഒരു ഉത്തരം എനിക്കില്ല. ഞാൻ അന്നിങ്ങനെ ഈ മലയാള സിനിമാ വേദിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ അത് ഒരു ബാല്യകാല ചിത്രം എന്നൊക്കെ പറയാം. അഭിനയ ജീവിതത്തിന്റെ ബാല്യകാലത്തിൽ എനിക്ക് കിട്ടിയ ഒരു അവസരമാണത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും വർമ്മച്ചേട്ടനൊക്കെ, ജഗന്നാഥ് വർമ്മ സാർ, അതെ, വർമ്മച്ചേട്ടനൊക്കെ കണ്ണൂർ ഒരു സിനിമയുടെ വർക്ക് എടുക്കാം. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ശശിയേട്ടൻ്റെ പടമാണ്. അവിടുന്ന് ഒരു കോള് വരുന്നു, നിങ്ങൾ രണ്ടുപേരും ട്രെയിൻ കയറി ചെന്നൈ വരിക, ചെന്നൈ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി വരിക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുന്നു, ചെന്നൈ ചെല്ലുന്നു, ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി ചേരുന്നു. ഇത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ജോഷിയേട്ടന്റെ പടം അറിയില്ല. അല്ല, ജോഷിയേട്ടന്റെ പടമാണെന്നറിയാം, കഥാപാത്രം അറിയില്ല, എന്ത് പടമാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ന്യൂഡൽഹിയിലെ ഒരു വലിയൊരു ഹോട്ടലല്ല, ഒരു മീഡിയം ലെവലിലുള്ള ഹോട്ടല്, എൻ്റെ ഒരു ഗൗരവ് എന്നുള്ള പറഞ്ഞൊരു ഹോട്ടല് ചെല്ലുമ്പോൾ അവിടെ ഞാൻ കാണുന്നത് സിദ്ദിഖ്, മോഹൻ ജോസ്, അങ്ങനെ കുറേ വിജയരാഘവൻ, കുറേ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു റൂം. അവിടേക്ക് ഞങ്ങൾ വരുന്നു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ എൻട്രി. അപ്പം നമുക്കിതിനെ പറ്റി, റോളിനെ പറ്റിയിട്ടോ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടോ ഒന്നും ഐഡിയ ഇല്ല. അങ്ങനെ 2-3 ദിവസം ഒരു വർക്കുമില്ലെന്ന് കാത്തിരിക്കുന്നു. സുഖമായിട്ട് താഴെ ഇറങ്ങുന്നു, പോകുന്നു, ഷോപ്പിംഗ് നടത്തുന്നു. ജോളി ആയിട്ടുള്ള ലൈഫാണ് ഡൽഹിയുടെ ഒരു അത്ഭുതം. ഡൽഹി. പിന്നെ ഞാൻ ആദ്യത്തെ ഷോട്ട് വരുന്നത് ഒരു ജയിലാണ്. ആ ജയിലിനകത്ത് എൻ്റെ എൻട്രി ജഗന്നാഥ വർമ്മ ചേട്ടൻ്റെ എൻട്രി ചെയ്യുന്നതാണ്. അതിന് വലിയ കാര്യമായിട്ട് എൻട്രി ഇങ്ങനെ വരുന്നു. അപ്പോഴും എനിക്ക് റോൾ അറിയില്ല, ഇതാണ് സംഭവം എന്നറിയില്ല. നീ എവിടെ പോയി അവിടെ നിൽക്കുക. അപ്പോൾ ജുബ്ബയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വേഷമാണ്. അപ്പോൾ ഈ വലിയൊരു ഫോർട്ടാണ്
ഈ ജയിലായിട്ട് വെച്ചിട്ട് കോട്ടയം. വലിയൊരു കോട്ടയാണ്. അപ്പോൾ കോട്ടയുടെ ആ ഗേറ്റിൽ നിന്നും ഞങ്ങൾക്ക് നടന്നു പോകണം. വലിയ ഷോട്ടാണ്. ജോഷേട്ടൻ അവിടെ അങ്ങ് അകലെ വലിയ ട്രോളി ക്രെയിനൊക്കെ വെച്ചിട്ടുള്ള ഷോട്ടാണ്. ഇങ്ങനെ വരുന്നു, ഭയങ്കര മ്യൂസിക്. ഇങ്ങനെ നീ എൻട്രിയാണിത്, സിനിമയിലത്തെ ഫസ്റ്റ് എൻട്രി ആണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വലിയ സ്റ്റൈലായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴും കഥാപാത്രം അറിയില്ല. അങ്ങനെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. മമ്മൂട്ടീനെ കാണുന്നത് ഒരു സ്ഥലത്ത് മമ്മൂട്ടി ഇരിക്കുന്നുണ്ട്. മമ്മൂട്ടിയെ നോക്കിയപ്പോൾ മമ്മൂട്ടി താടി വെച്ചു, നരച്ച താടിയും ഒരു പൊട്ടിയ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ഒരാള്. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്പം മമ്മൂട്ടി, ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ഇങ്ങനെയാണോ എന്നുള്ളതാണ്. ഈ ന്യൂഡൽഹി എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഇതാണോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ. കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത് ജി കെ. അപ്പൊ അങ്ങനെ പിന്നെ അപ്പോൾ എൻ്റെ ഷോട്ട് കഴിഞ്ഞു. പിന്നെ അതിനകത്തുള്ള ഷോട്ടുകളാണ്. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഒരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ആ ഷോട്ട് മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷനാണത്. ഫസ്റ്റ് ഷോട്ടാണ് ഈ സിനിമയിലെ, ന്യൂഡൽഹി എന്ന സിനിമയിലത്തെ മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ടാണ്. അപ്പൊ ഞാനങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സംവിധാനത്തിൽ വലിയൊരു ഭ്രാന്തുണ്ടായിരുന്ന സമയമാണത്. അവിടെ ഒരു ഞാൻ ഓവർ ഹിയർ ചെയ്ത് കേട്ടതാണ്. ന്യൂഡൽഹി എന്ന സിനിമ കാണുന്ന ആ പ്രേക്ഷകൻ ആദ്യം മമ്മൂട്ടിയെ കാണേണ്ടത് വളരെ അവശനായ രീതിയിലുള്ള ഒരു ഷോട്ടായിരിക്കണം എന്ന് പറയുന്നത്. അത് ഞാൻ കേട്ടതാണ് കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു പെയിന്റിങ് സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടി അങ്ങോട്ട് തിരിച്ചു ഒരു മതില്, അതിലിങ്ങനെ വെച്ചിരിക്കുന്നു. ജോഷേട്ടൻ്റെ ക്യാമറ പിൻഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ആ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടാണ്, നായകൻ്റെ ഫസ്റ്റ് ഷോട്ടാണ്. ഈസ് ദ ഹീറോ. അത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. ജോഷേട്ടൻ അവിടെ നിൽക്കുന്നു, തിരിഞ്ഞു, മമ്മൂട്ടി ഇരുന്നിട്ട് കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടിയ കണ്ണടയാണ്. അതെ, ഇങ്ങനെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്തോ വരയ്ക്കുന്നു, ബാക്ക് ഷോട്ടാണ്, ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ജോഷേട്ടൻ പറഞ്ഞു, ആ നോക്ക് പിന്നില്ലേ നോക്ക്. അങ്ങനെ മമ്മൂട്ടി അങ്ങനെ നോക്കും. അപ്പം നമ്മൾ കാണുന്ന മമ്മൂട്ടി എന്ന് വെച്ചാൽ അവശ നിലയിൽ വയസ്സായി ശേഷിയില്ലാതെ നിൽക്കുന്നൊരു മനുഷ്യനാണ്. കാരണം കാലിന് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായി തോന്നുന്നു. നടക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു സെന്റ്. ഇതാണ് ഫസ്റ്റ് ഷോട്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഷോട്ട് കാണുന്നത്. നമുക്കിനി ഇരുന്ന് സംസാരിക്കാം. ഇരിക്കും. ദേവേട്ടൻ ഇപ്പൊ പറഞ്ഞു വിളി കിട്ടി, നേരെ ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോയി ചെന്നു, ഫസ്റ്റ് ഷോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ജോഷി സാറിന്റെ പടം എന്നുള്ളതിനപ്പുറം അന്ന് ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ ദേവേട്ടന് അറിയാമോ? എനിക്കറിയില്ലായിരുന്നു. ആരാണ് ഇതിന്റെ റൈറ്റർ എന്ന് എനിക്കറിയില്ലായിരുന്നു. ജോഷിയേട്ടന്റെ ഒരു സിനിമ എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ജോഷിയേട്ടന്റെ പടത്തിൽ ഒരു റോള് കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം, ഒരു ആകാംക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. ആണ് എത്തുന്നത്. അവിടെ ചെന്നിട്ട് ഡെന്നിസ് സാറുമായിട്ട് പരിചയപ്പെട്ടത് അവിടെ ചെന്നിട്ട് ഈ ഡെന്നിസും ജോഷിയേട്ടനൊക്കെ താമസിക്കുന്നത് ഈ കേരള ഹൗസിലാണ്. അവിടേക്ക് ഞങ്ങൾ പോകുന്നു. അങ്ങനെ ജോഷിയേട്ടനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ ജോഷിയേട്ടൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ഡെന്നിസ് ജോസിനെ കാണുന്നത്. അതിന് സിഗരറ്റൊക്കെ വലിച്ച് എപ്പോഴും സിഗരറ്റ് കയ്യിലുണ്ടാവും. ഒരു നോട്ടം ഇങ്ങനെയുണ്ട്. താനെപ്പോൾ വന്നു? ഞാൻ പറഞ്ഞു ഇന്നലെ വന്നുള്ളൂ ചോദിച്ചാൽ. അപ്പോൾ ഇയാൾ എപ്പോഴും ഇങ്ങനെ പുക വെച്ചിട്ടുണ്ട്. നല്ല ഷോട്ടാണ് പുക വെച്ചിട്ട്. ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് വില്ലനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടർ റോളാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഷോട്ടൊക്കെ എടുത്തത്. അവിടെ എല്ലാം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്നു. ഇതിൻ്റെ ഒരു ജുബ്ബ ഇട്ട് ഒരു വേസ്റ്റ് കോട്ട് ഒക്കെ ഇട്ടിട്ട് വന്നു. എന്നെ നോക്കി കോസ്റ്റ്യൂമർ വിളിക്കും. കണ്ണടകൾ കൊണ്ടാ. അങ്ങനെ കുറേ കണ്ണടകൾ കൊണ്ടു. അങ്ങനെ ഒരു കറുത്ത തിക്കായിട്ടുള്ള ഗ്ലാസ് വന്നു. അത് വെച്ച് നോക്ക്, ഇത് മതി.
എന്നോട് ചോദിക്കുന്ന ഒരു പ്രശ്നമില്ല. ആ. എനിക്കത് ഇഷ്ടപ്പെട്ടോ നമ്മള് പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുകയാണ്. നമ്മളൊരു property. പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്നത്. അല്ല, ഇത് കന്നഡ വെപ്പിച്ചൊക്കെ ഡെന്നിസ് സാറാണ് അപ്പം ചെയ്യുന്നതല്ല. അതെ 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 ഏ? അതെ അതെ. അപ്പൊ എഴുത്തുകാരനാണേലും കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എങ്ങനെയായിരിക്കും അയാൾ നിൽക്കുക, നടക്കുക, കാണുക Yes, എന്നൊക്കെ ഉള്ള yes. വലിയ ബോധ്യത്തിലാണ് നിന്നിട്ടുള്ളത് അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ജോഷിയുടെ നോക്കി നിൽക്കുന്നുണ്ട്. ആ പിന്നീട് എല്ലാ ഭാഷയിലും അഭിനയിച്ചെങ്കിലും ദേവേട്ടന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ദേവേട്ടനെ മലയാളീനെ ഒരു ഉത്തരേന്ത്യക്കാരനാക്കി മാറ്റുന്നതിനകത്ത് ആ കന്നഡയൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ സിനിമ നമ്മൾ കാണുമ്പോഴേ അതെ അതെ. അത്രയും പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് ഡൽഹിയിൽ നിങ്ങൾ ഓരോ ലൊക്കേഷനുകൾ ഫിക്സ് ചെയ്യും. ഇപ്പം പാർലമെന്റിന്റെ മുൻവശം അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളൊക്കെ അന്ന് ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള സമയമാണ്. അപ്പം പല സ്ഥലങ്ങളിലും ഒന്നിക്ക് പടയുന്ന ലൊക്കേഷൻ മാറും, അല്ലെ സീൻ മാറും. അവസാന നിമിഷങ്ങളിലാണ് പല നടന്മാർക്കും ന്യൂഡൽഹിയിൽ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്. അതൊരു അന്ന് ചെന്ന ഒരു ജോഷി സാറിന്റെ പടത്തിലെ പുതിയ വില്ലൻ എന്നുള്ള ദേവേട്ടൻ ഒരു ബാധ്യതയായിരുന്നു. അതൊരു പ്രശ്നമായിട്ടുണ്ടോ ആ സമയത്ത്? ഞാനിപ്പോ ഓർക്കുമ്പോഴേ എനിക്ക് അന്ന് ഒരു ഭയമോ പേടിയോ നെർവസ്നെസ്സോ ഇല്ല. കാരണം ഇതിന്റെ ഒരു സീരിയസ്നെസ് എനിക്ക് അറിയില്ല. മനസ്സിലായില്ലേ? എനിക്കിതിന് നമ്മൾ സീരിയസ് ആയിട്ട് വന്ന് ഈ അഭിനയിക്കാൻ വേണ്ടി വന്ന് വലിയ സീരിയസ് ആയിട്ട് ഞാൻ വേണ്ടി വാസ്തവത്തിൽ അവിടെ വന്നത് അന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂഡൽഹി എന്ന സിനിമ ഞാൻ അഭിനയിക്കുമ്പോഴും ഈ തൊഴിൽ ഞാൻ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അന്നത്തെ പ്രോബ്ലംസ് കാരണം. അപ്പോൾ എനിക്ക് എന്ത് റോള് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ അപ്പോൾ ഡയലോഗ് കൊണ്ടുവന്നു, ഡയലോഗ് പറയാൻ പറഞ്ഞു, ഡയലോഗ് പറയുന്നു. അതല്ലാതെ എന്തെങ്കിലും ഈ ഭാവഭേദങ്ങൾ ഉണ്ടാക്കുകയെ അങ്ങനെയൊന്നും എനിക്ക് വരുന്നില്ല. അല്ലാതെ ഇതൊരു ഇനി അങ്ങോട്ട് ഇത്രയും വലിയ 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 ഹിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു എഴുത്തുകാരന്റെ എഴുത്തായിട്ടോ അങ്ങനെയൊന്നും ആ സമയത്ത് ദേവേട്ടന് തോന്നുന്നതേ ഇല്ല. ഒന്നുമില്ല. കാരണം എത്രയോ സിനിമകൾ പിന്നെ നമ്മൾ കാലാന്തരത്തിൽ ഇപ്പൊ ഇന്ന് പോലും ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല് നോക്കുമ്പം മലയാളികൾ അംഗീകരിച്ച എത്ര സിനിമകളും കഥാപാത്രങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? അങ്ങനെയുള്ളൊരു എഴുത്തുകാരന്റെ ഡയലോഗുകളാണെന്നുള്ള ബോധ്യത്തിലൊന്നും അല്ല ദേവേട്ടൻ അന്ന് ന്യൂഡൽഹി പിടിക്കുന്നത്. ഇല്ലില്ല. നമുക്ക് ഒരാളെ കൂടെ ദേവേട്ട വിളിക്കാം. കാരണം അദ്ദേഹത്തിന്റെ കരിയറിലും ഇതുപോലെ ഒരു പ്രതിനായക വേഷം. ദേവേട്ടനെ ആമുഖം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദേവേട്ടനൊരു പരിചയപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടം തോന്നുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന്. വേണമെങ്കിൽ ദേവേട്ടനേക്കാൾ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പരമസാത്വികനായ ഒരാള്. അത്തരത്തിൽ സാത്വികനായ ഒരാളെ ഈ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് ഒരു പക്ക വില്ലനസത്തിന്റെ നിറക്കൂട്ടുകൾ ചാലിച്ചെഴുതി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ഡെന്നിസ് ജോസഫ് സാർ. അദ്ദേഹത്തിന്റെ നിറക്കൂട്ടുകൾ, ചായക്കൂട്ടുകൾ കൊണ്ട് നമ്മൾ കണ്ട ആ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് അനശ്വരമാക്കിയ ഒരു സാധാരണ പാവമനുഷ്യൻ. ഓർമ്മകളിൽ നിന്നും ഡെന്നിസ് ജോസഫ് എന്ന എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബാബു നമ്പൂതിരി സാർ. നമ്പൂതിരി സാർ നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ ആമുഖത്തിൽ പറഞ്ഞു വളരെ പരമസാത്വികനായ ഒരാള്. എങ്ങനെയാണ് ദേവേട്ടനെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദേവേട്ടൻ അത് ചോദിച്ചില്ല, കിട്ടിയത് പോയി ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. നമ്പൂതിരി സാറും അങ്ങനെ തന്നെയാണ്. അതായത് അജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം അതിന് മുമ്പ് സിനിമകളിലുണ്ടെങ്കിലും നിറക്കൂട്ടില് മേഴ്സിയുടെയും രവിവർമ്മയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതത്തെ അത്ര അലങ്കോലപ്പെടുത്തുന്ന അജിത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അധ്യാപകൻ കൂടെയാണ് ഡെന്നിസ് ജോസഫ് സാറിന്റെ അല്ലേ? അതെ അതെ. എന്തിനാണ് അധ്യാപകനായ എന്നെ ഇത്രയും ക്രൂരനായി വിളിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിച്ചത് വേറൊന്നാണ്. ഈ ഇതിലേക്ക് വിളിക്കുമ്പോൾ എനിക്കൊരു ഒരു ഒരു ശങ്കയുണ്ടായിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിലൊക്കെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡെന്നിസും കൂടെയുള്ള അശോകനും. പ്രേക്ഷകരോട്, അതായത് ഡെന്നിസ് സാറിന്റെ അധ്യാപകനാണ് ബാബു നമ്പൂതിരി സാർ. കോളേജില് ഇവര് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. അതെ അതെ. അപ്പൊ പരസ്യകല ചെയ്യുന്ന ഗായത്രി അശോകൻ ചേട്ടനെയും ഡെന്നിസ് സാറിനെ എത്രയോ തവണ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആശങ്ക എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇവരതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുമെന്നുള്ള എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒന്നും പഠിക്കാത്ത ആളുകളെ ഞാൻ ഇൻസൈഡ് ദ ക്യാമ്പസിൽ ഞാനൊരു സ്ട്രിക്റ്റ് ആണ് വളരെ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ കോടിയിലാണ് താനും. പക്ഷെ ഇവരുമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചാറ്റ് ചെയ്യേണ്ട വിവരങ്ങളോ സംസാരിക്കേണ്ട വിഷയങ്ങളോ ഉണ്ടായിട്ടില്ല. ഒന്നാമതെ ക്ലാസ്സിൽ റെഗുലർ അല്ല, ക്ലാസ് കഴിഞ്ഞാലും കാണുകയില്ല, ക്ലാസ്സിലും കാണുകയില്ല.
അപ്പോൾ പിന്നെ അവരെ എങ്ങനെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഡെന്നിസിനെ സംബന്ധിച്ച് ഡെന്നിസിന് ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കോളേജിൽ ഒരു പരിപാടിയും സ്റ്റേജിൽ കയറിയിട്ടില്ല. ഓ, കാരണം ഒരു 5 മിനിറ്റ് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രസംഗ മത്സരത്തിനോ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അതിന് പോലും കയറിയിട്ടില്ല. പേടിയാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അശോകൻ അങ്ങനെ അല്ലായിരുന്നു താനും. ആ. അപ്പോൾ ഈ ഡെന്നിസ് ഒരു കഥ എഴുതിയെന്നും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമുണ്ടായി. അത്ഭുതമായിരിക്കും. അപ്പോൾ ഇവരെ ഈ പടത്തിൽ എനിക്ക് സത്യത്തിൽ എറണാകുളത്ത് നിന്ന് ഒരു ഇൻലൻഡ് ലെറ്ററാണ് എഴുതിയത്. അശോകൻ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ അശോകനാണ് എഴുതിയത്. ഡെന്നിസ് പറഞ്ഞിട്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് ഈ നിറക്കൂട്ടിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് ആദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തേ അത് സത്യമാവില്ല, ഇത് ഇവരെ രണ്ടുപേരും കൂടി ആലോചിച്ച് നമ്മളെ കുരിശി കയറ്റാനുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നലുണ്ടായി. സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമേ ഇത് ആക്ച്വലായിട്ട് നടക്കുന്നതാണ്. ജോഷി സാറിനെ കുറിച്ചൊക്കെ അറിയാം, കേട്ടിട്ടുണ്ട്. അപ്പം ആ ജോഷി സാറ്, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, അദ്ദേഹത്തിൻ്റെ സെറ്റ്, പിന്നെ ഡെന്നിസ് അവിടെ സ്ക്രിപ്റ്റുമായിട്ട് അടുത്ത് തന്നെ ഇരിക്കുകയാണ് ജോഷി സാറിനോടൊപ്പം ഡെന്നിസ്. അപ്പോൾ ഞാൻ നിവൃത്തിയുണ്ട് സാർ എൻ്റെ അടുത്ത്, ഞാൻ ജോഷി സാറോട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ സാറ് പറയാതെ ഞാൻ ചെന്ന് ഇരുന്നിട്ടില്ല അവിടെ ഒരു കസേരയിൽ. ഡെന്നിസ് വിളിക്കുന്ന ജോഷി എന്നാണ്. അത്ര അതെ ഡെന്നിസിനെക്കാളും എനിക്ക് തോന്നുന്നു 4-5 വയസ്സെങ്കിലും കൂടുതലുണ്ടാവും ജോഷി സാറിന്. പക്ഷെ ഡെന്നിസ് വിളിക്കുന്ന ജോഷി എന്നാണ് വിളിക്കുന്നത്. അത് യാതൊരു ഇറിറ്റേഷനും അദ്ദേഹം കാണിച്ചിട്ടുമില്ല, ആരെ ജോഷി സാർ കാണിച്ചിട്ടുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഡെന്നിസിൻ്റെ ഒരു രീതി വെച്ച് എനിക്കറിയില്ല, പഠിക്കാത്ത ഒരു വ്യക്തി എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഇതൊരു ട്രാപ്പാണോ എന്ന് ഞാൻ ആദ്യം ശങ്കിച്ചു പോയി എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ റോളിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പേടിയായി. കാരണം കോളേജിലെ ഉള്ള എൻ്റെ ഇമേജ് ആകെ തകിടം മറിക്കാനായിട്ടുള്ള ഒരു അറിവ് അതെ ഞാൻ വ്യാഖ്യാനിച്ചു പോയി. അതൊക്കെ അന്നത്തെ കാലത്തൊരു തോന്നലുണ്ടാകാമല്ലോ. പക്ഷെ ആ പടം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, പിന്നെ മറ്റ് കുട്ടികളുടെയൊക്കെ ഈ ക്ലാസ്സിൽ വരാന്തയിലേക്കൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ക്ലാസ്സിലെ കുട്ടികൾ വരാന്തയിൽ കൂടെ ഞാൻ നടക്കും. അപ്പോൾ നടക്കുമ്പോൾ നമ്മളാണ് ക്ലാസ് എടുക്കുന്നത്, ഞാനാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു മൂളിച്ചോടുകൂടി അവർ പോവാം. ഇതാണ് അതിൻ്റെ കഥാപാത്രം വെച്ചിട്ട്. അതെ അതെ. നമ്മളിപ്പം ആകാശദൂത് എടുത്താലേ, ഞങ്ങളൊക്കെ നോക്കുമ്പോൾ അന്ന് NF വർഗീസ് ചേട്ടൻ ഒരു മിമിക്രി കലാകാരനാണ്. അദ്ദേഹത്തിനാണ് വില്ലനായിട്ട് ആകാശദൂതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവേ വില്ലൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കാഴ്ചയിൽ സിനിമയിലെ വില്ലൻ എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ വന്ന് ഇറങ്ങിയ വില്ലൻ വന്നു തോന്നുന്ന വില്ലന്മാരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ പത്രത്തിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ പല കേസിലെ പ്രതികളും പല പോലീസ് പിടിച്ച ആൾക്കാരും ഒക്കെ വളരെ സാധാരണത്വം തോന്നുന്ന സാധാരണക്കിടയിലുള്ള എല്ലാ ആൾക്കാരായിട്ടാണ്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും വളരെ സാത്വികന്മാരായ ആളുകളെ പിടിച്ച് ഇതുപോലെയുള്ള വില്ലനാക്കി കൊണ്ടുവരുന്നത്. ഡെന്നിസ് കൺസീവ് ചെയ്ത ആ പടത്തിലെ വില്ലൻ അജിത്ത് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, അത് പടത്തിന്റെ അവസാനം അറിയാവുള്ളൂ ഇയാൾ വില്ലനാണെന്ന്. എങ്ങനെ ഒരു തോന്നലേക്ക് ഉണ്ടായിരുന്നു ഡെന്നിസിന്. മലയാള സിനിമ അതുവരെ കണ്ടിരുന്നതെല്ലാം നമുക്ക് വലിയ വലിയ വില്ലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മുക്ക മുതല് ബാലങ്ക മുതല് ഒത്തിരി പേരുണ്ട്. TG രവിചേട്ടൻ, ഞാൻ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ ഇവര് ഒക്കെ ഈ പറഞ്ഞ മാതിരി, ഇപ്പം ഷാരടി പറഞ്ഞ മാതിരി വന്നിറങ്ങുമ്പോഴേ അറിയാം, ആദ്യത്തെ ഷോട്ടിൽ തന്നെ അറിയാം ഇവനാണ് പ്രശ്നക്കാരൻ എന്നറിയാം. അതങ്ങനെ അല്ലാതൊരു ചിത്രം വരണം എന്ന് ഉദ്ദേശിച്ചാണ് അവർ പലരെയും അന്വേഷിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ആര് പറഞ്ഞാലും ജോഷി സാറിന് ഒരു ഉറപ്പ് വേണമെങ്കിൽ വേറെ ഒരാൾ പറയണം. അതാരാണെന്നുള്ളത് ഡെന്നിസിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിറക്കൂട്ടുകൾ ഇല്ലാതെ എന്നൊരു പുസ്തകം ഡെന്നിസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് ഒരു സ്ഥലത്ത് ഇത് ചീട്ട് നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ ഈ ചേട്ടൻ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. അതെ അതെ, പേര് എഴുതിയിട്ടുണ്ട്. വടക്കൻ പറവൂര്. അതെ, അത് വെച്ചിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. അത് ഒരു എഞ്ചിനീയർ ആയിരുന്നു, ക്വാളിഫൈഡ് എഞ്ചിനീയർ ആയിരുന്നു. നമ്മൾ വില്ലന്മാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നല്ല വൈശാലി പോലുള്ള ചിത്രത്തിലെ വലിയ രാജാപാട്ട് കഥാപാത്രം തൊട്ട് നിരവധി വില്ലനായിട്ടും 90കളുടെ പകുതിയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ, ആ കാലത്തെ യുവാക്കളെ എല്ലാം ഇഷ്ടംപോലെ ഹിറ്റ് സിനിമകളിലൂടെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ബാബു ആന്റണി ചേട്ടൻ. അദ്ദേഹം ഇപ്പോൾ ഡെന്നിസ് സാറിനെ ഓർക്കുന്നു. മലയാളത്തിലെ ഏറ്റവും നല്ല
തിരക്കഥാകൃത്തുക്കളിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ഡെന്നീസ് ജോസഫിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് പ്രണാമം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. ഭരതേട്ടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പം അന്ന് ഞാനൊരു കൊച്ചു പയ്യനാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഒരു സൗഹൃദം അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദം പുലർത്താനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഈവൻ തമിഴ് സിനിമ പോലും ഒരുപാട് സിനിമകൾ ഡെന്നിച്ചാനെ അല്ല ഡെന്നിസ് ജോസഫിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മണിരത്നം സാറിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു. അഞ്ജലി എന്ന സിനിമ എഴുതാൻ വേണ്ടി ഡെന്നിച്ചാനെ അദ്ദേഹം വിളിച്ചതാണ്. പക്ഷേ ഡെന്നിച്ചാന് സൗകര്യം ഉണ്ടായില്ല. അഞ്ജലി എന്ന സിനിമയിൽ ഡെന്നിച്ചാൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രഭുവിൻ്റെ ക്യാരക്ടറിന് ഡെന്നിസ് ജോസഫ് എന്ന് പേരിടുകയും ചെയ്തു. അപ്പം അഞ്ജലി സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്ക്, ഞാനും വൈഫും പോകുന്ന വഴിക്ക് ഡെന്നിച്ചാൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നു, ഒന്ന് ഏറ്റുമാനൊരു വീട്ടിൽ കയറിയിട്ട് പോകാൻ പറയുന്നത്. അപ്പം ഞാനവിടെ കയറുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നു, വജ്രം എന്നൊരു സിനിമ പ്ലാൻ ചെയ്യണം, അതിൽ ഈ ഒരു ക്യാരക്ടർ സംഭവം ചെയ്യണം. അപ്പം ഞാൻ ആക്ച്വലി ഒരു ഡൽഹി ടൂർ വൈഫ് ഞാനും കൂടെ പ്ലാൻ ചെയ്യണം, താജ്മഹലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയല്ല, ഇത് ചെയ്യണോ അതോ താജ്മഹൽ കാണാൻ പോകണോ? അപ്പം മമ്മൂക്കായും വിളിച്ചു. മമ്മൂക്ക പറഞ്ഞു, ബാബു ഇത് വിടരുത്, നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈഫിനെ സൈഡിൽ വിളിച്ചിട്ട് ചോദിച്ചു, താജ്മഹൽ കാണണോ പടം ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, താജ്മഹൽ അവിടെ ഉണ്ടാവും, പടം ചെയ്യാൻ പറഞ്ഞു. അന്ന് ഇപ്പോഴത്തെ പോലെ എൻ്റെ അറിവിൽ ഈ കൊമേഴ്സ്യൽ സിനിമകളും അല്ലെങ്കിൽ ക്ലാസ് പടങ്ങളും രണ്ട് വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് രണ്ടും ചെയ്യുന്ന സംവിധായകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമെങ്കിലും ഡെന്നീസ് ജോസഫ് സാറിനെ പോലൊരു കൊമേഴ്സ്യൽ എഴുത്തുകാരനെ ആ സമയത്തുള്ള ഭരതൻ പത്മരാജൻ, അങ്ങനെയുള്ള KG ജോർജ്, ഇവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു എന്നും. പ്രണാമം ഭരതൻ സാറിന് വേണ്ടിയിട്ടുള്ള തിരക്കഥയാണ്. KG ജോർജ് സാറിന് വേണ്ടി പടം എഴുതിയിട്ടുണ്ട് അദ്ദേഹം, അല്ലേ? കഥയ്ക്ക് പിന്നിൽ എന്ന് പറയുന്ന ഒരു ചിത്രം KG ജോർജ് സാറിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. ഞാൻ ഗന്ധർവൻ സംവിധാനം കഴിഞ്ഞിട്ട് അതിന്റെ പ്രിവ്യൂവിന് ഡെന്നീസ് ജോസഫ് സാറിനെ വിളിച്ചിട്ടാണ് പത്മനാഭൻ സാറ് അഭിപ്രായം ചോദിച്ചിട്ടും കാര്യങ്ങളും പറയുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു എഴുത്തുകാരനെ സംബന്ധിച്ച് വലിയ ഒരു അംഗീകാരമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ ഒതുങ്ങി പോവാതെ പലതരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കാനാകുക എന്ന് പറയുന്നത് വലിയ ഒരു നേട്ടമാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഡെന്നീസ് ജോസഫ് സാറിന്റെ അമ്മയുടെ സഹോദരനാണ്, അമ്മാവനാണ്, ചലച്ചിത്ര പ്രവർത്തകനും കൂടെ ആയിട്ടുള്ള നിർമ്മാതാവാണ്, അഭിനേതാവാണ് പ്രിയപ്പെട്ട പ്രേം പ്രകാശ് സാർ. ഡെന്നീസ് ജോസഫ് എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ. മലയാളം വളരെയധികം തൊട്ടറിഞ്ഞ നല്ലൊരു തിരക്കഥാകൃത്ത്. അതിലുപരി എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബാംഗം. അതായത് നനച്ചിരിയാത്ത ഒരു സമയത്തായിരുന്നു ഡെന്നീസിൻ്റെ മരണം. ഞാൻ ഒരു സിനിമ മാത്രമേ ഡെന്നീസിനെ വെച്ച് എടുത്തിട്ടുള്ളൂ, ആകാശദൂത്. ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയുടെ വിജയം പ്രധാനമായും അതിൻ്റെ തിരക്കഥ തന്നെയാണ്. വളരെ മനോഹരമായ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഡെന്നീസ് അതിലെടുത്തിരുന്നു. ന്യൂഡൽഹി, നിറക്കൂട്ട്, ശ്യാമ, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് വേണ്ട നമ്മുടെയൊക്കെ മലയാളികളുടെ മനസ്സിൽ എന്നും പതിഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ സിനിമകൾക്ക് അവൻ തിരക്കഥ എഴുതി. അഥർവം പോലെയുള്ള സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. ഇവിടെ പറയുമ്പോൾ എനിക്ക് ധാരാളം ഓർമ്മകളുണ്ട്. ഡെന്നീസിൻ്റെ ചെറുപ്പം, ഞങ്ങളുടെ തറവാട്ടിൽ അവൻ വളർന്നു വന്നതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ ഡെന്നീസ് ജോസഫ് എന്നും ജീവിക്കും. സിനിമാ മേഖലയിൽ എന്ന് ഓർമ്മിക്കപ്പെടും എന്നെനിക്കറിയാം. എനിക്ക് തെലുങ്ക് സിനിമയിൽ എനിക്ക് അവസരം കിട്ടുന്ന ഒരു സംഗതി, അതിന് ഞാനിപ്പോൾ ഡെന്നീസിനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം നായർ സാബിൽ ഞാൻ കുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ അതിലത്തെ വില്ലനാണ്. ആ സിനിമ ഇതിൽ കുറേ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ജോഷേട്ടൻ പറയും നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഒരു സീനിൽ ഗീതയെ ഞാൻ ഓടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഗീത ഓടിച്ചിട്ട് ഒരു മഞ്ഞുമലകളാണ്. ആ മഞ്ഞുമലയുടെ അടിവാരത്തിലൂടെ ഈ ഗീത ഓടി വരുന്നു. ഞാൻ നിൽക്കുന്നത് മഞ്ഞുമലയുടെ മേലെയാണ്. അപ്പോൾ ജോഷേട്ടനും ഡെന്നീസും കൂടി പറഞ്ഞു, താൻ അവിടെ മേലെ കയറിയിട്ട് അവിടെ നിൽക്കണം. ഈ ഗീത അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നീ അത് ടൈം നോക്കിയിട്ട് അതിൻ്റെ ദൂരമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് നീ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വരണം, നെഞ്ചി വെച്ചിട്ട് ഇത് കൂടെ നിങ്ങൾ സ്കേറ്റ് ചെയ്ത് വരണം. ഈ ഗീത
ഇവിടെ നിന്ന് ഓടി വരും. അത് കറക്റ്റായിട്ട് ഈ സ്പോട്ടിൽ വന്ന് നീ വന്ന് പിടിക്കണം അവളെ. ഇതാണ് സംഗതി. ഞാൻ ഇതാണെങ്കിൽ ദൂരം നമുക്കറിയില്ല എത്രയാണെന്നില്ല. അത് മാത്രമല്ല ഈ സ്നോവിൻ്റെ അടി കൂടെ വലിയ വലിയ കുറ്റികളോ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയില്ല. വലിയ റിസ്ക് ഷോട്ടാണത്. അങ്ങനെ അന്നത്തെ ഒരു ചങ്കുറ്റത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു ശരി, ഞാൻ അവിടെ കയറി അവിടെ നിന്നു. അങ്ങനെ ആക്ഷൻ പറഞ്ഞു, ഗീത കൂടി വരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗീത ഇങ്ങനെ വരുന്നു, ഞാൻ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ കറക്റ്റ് സമയത്തിൽ ഇവൾക്ക് എടുപ്പ് പിടിക്കും. ആ ഷോട്ട് ഓക്കെ. ആ ഷോട്ട് ഓക്കെ ആയിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഡെന്നിസ് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ നോക്കി, നന്നായിട്ട് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്യുന്നു, വിചാരിച്ചില്ല. നന്നായിട്ടുണ്ട്. ജോഷിയേട്ടനും പറഞ്ഞു, അത് ജോഷിയും പറഞ്ഞു അങ്ങനെ നന്നായിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോഷിയേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡെന്നിസിനോട് പറയായിരുന്നു ഞങ്ങൾ, നമുക്കിപ്പോൾ ഇവിടെ നായകന്മാരുടെ ഒരു കുറവുണ്ട്. ഇപ്പം മോഹൻലാലും മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് തനിക്കൊക്കെ വരാൻ പറ്റും എന്നുള്ളൊരു സംഗതി പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു അപ്രീഷിയേഷൻ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു ഓഫർ, അതായത് അവർ പറയണ്ടേ ലോകത്തിൽ, അതായത് മലയാള സിനിമയുടെ ഏറ്റവും പ്രഗത്ഭന്മാരായ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് ജോഷിയേട്ടൻ ആൻഡ് ഡെന്നിസ് ജോസഫ്. അവരെന്നോട് പറയാണ് ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട്, നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിൽ ഒരു മോഹം അവർ തന്നു. അത് കഴിഞ്ഞിട്ടാണ് നാടുവാഴികൾ എന്നൊരു സിനിമ ചെയ്തു. അതിൽ ഞാൻ വില്ലനാണ്, മോഹൻലാലിൻ്റെ പടമാണ്. അതിനുശേഷം എനിക്കൊരു 18 മാസം സിനിമകളില്ല, എനിക്ക് സിനിമയില്ല. നായർ സാബിനും ചേക്കുടി ഈ ചെയ്യില്ല. അങ്ങനെ 18ാമത്തെ മാസം അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ എനിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു കോൾ വരുന്നു ഹൈദരാബാദിൽ നിന്ന്. ഒരു തെലുങ്ക് പ്രൊഡ്യൂസറുടെ പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ചിട്ട് പറയാണ്, അതൊരു വലിയൊരു ബാനർ, വിജയലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബാനറിന്റെ കോദണ്ഡരാമ റെഡ്ഡി എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ, നമ്മുടെ ജോഷിയേട്ടന്റെ പോലെയുള്ള വലിയൊരു അവിടുത്തെ ഏറ്റവും ടോപ്പ് ഡയറക്ടർ, ടോപ്പ് ഹീറോ സൂപ്പർ സ്റ്റാർ ബാലകൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട്, അതിൽ മെയിൻ വില്ലനായിട്ട് നിങ്ങൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇത് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഡെന്നീസ് എന്ന ആ റൈറ്റർ, ജോഷിയേട്ടൻ എന്ന സംവിധായകൻ്റെ സിനിമയിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഏതോളം 67ഓളം തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ, 67 ഫിലിംസ്. അതിൽ അപ്പോൾ അതിനൊരു കാരണക്കാർ ഇവര് രണ്ടുപേരാണ്, മനസ്സിലല്ലേ? ആ സിനിമയിലെ എൻ്റെ കഥാപാത്രത്തെ കണ്ടിട്ടാണ് ഇവർ വിളിച്ചത്. അതിന് നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ രണ്ടുപേർക്കും ഞാൻ. അല്ല, ഒരു നല്ല കഥാപാത്രം എന്ന് പറയുന്നത് എപ്പോഴും കാലത്തെ അതിജീവിച്ച് ഇങ്ങനെ അല്ലേ, അത് ഒരു പക്ഷേ ഈ അഭിനേതാക്കൾ അവസാനിച്ചു കഴിഞ്ഞാലും നല്ലൊരു കഥാപാത്രത്തിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് എത്രയോ നാൾ നീണ്ടു നിൽക്കുന്നതാണ്. എത്ര ഭാഷാന്തരത്തിൽ കാലാന്തരത്തിൽ അത് നിൽക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ബാബു, അത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഞാനിപ്പോൾ നന്ദി പറയാനായിട്ട് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ആ സിനിമയിൽ ഞാൻ ചെന്നപ്പോൾ ഈ തെലുങ്ക് സെറ്റ് എന്നൊക്കെ പറഞ്ഞ മലയാളത്തിന്റെ ഒരു 4-5 ഇരട്ടി വിപുലമായ രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ നിരന്തര സെമി സർക്കിളിൽ കുറെ വൈറ്റ് ഇട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് ആരാണ് കോദണ്ഡരാമ റെഡ്ഡി എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ജഗന്നാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള കോടയായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഡയറക്ടർ പാക്കണം വെച്ചിട്ട് ഞാൻ പോയി. അപ്പൊ ഡയറക്ടർ വന്നു ചോദിക്കട്ടെ, ഞാൻ വന്ന് നിന്നു. സാർ ഇവരുതാണ് ദേവൻ, മലയാളം ആക്ടർ. എന്നെ നോക്കി, ആമാ യെസ് അത് ഇല്ല സാർ, നമ്മ മെയിൻ വില്ലൻ പാണ്ഡു ക്യാരക്ടർ ഇവരുതാൻ. പെട്ടെന്ന് ഈ പാണ്ഡു ക്യാരക്ടർ ഇവരുതാൻ പண்றதுன்னு കേട്ട ഉടനെ ഡയറക്ടർ എന്നെ ഒന്നും കൂടി നോക്കി, മൊത്തത്തിൽ നോക്കിയിട്ട് അവിടെ. എന്നിട്ട് ഈ കോ ഡയറക്ടറോട് ചീത്ത പറയണത്, എനിക്ക് തെലുങ്കിന്റെ ഒരു വാക്ക് പോലും അറിയില്ല. അപ്പൊ ഫയർ ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി, ദേഷ്യപ്പെട്ടുള്ളത്. അപ്പൊ പിന്നെ അകത്തൂടെ ചില വാക്കുകൾ മാത്രം സോഫ്റ്റ് ഫേസ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ സോഫ്റ്റ് ഫേസ് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു തെലുങ്ക് സിനിമയിൽ നമ്മൾ ഒരു മെയിൻ വില്ലായിട്ട് വെക്കുക, തന്റെ മുഖത്ത് കണ്ണില്ലേ എന്നൊക്കെയാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഇയാളോട് ചോദിച്ചത് അവസാനം ഇവര് എന്നെ ഒരു സീൻ എടുക്കാനായിട്ട് എന്നാ വെച്ചാൽ ഇയാള് ഈ കേരളത്തിൽ നിന്ന് ഒരാൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് വെറും കൈയോടെ വിടണ്ട, ഒരു സീൻ എടുത്തിട്ട് ടാറ്റ പറഞ്ഞ് വിടാം എന്നുള്ള ഒരു സംഗതി. അങ്ങനെ അവരൊരു സീൻ എടുത്തു. അപ്പോൾ സീനെടുത്ത്
വലിയൊരു ഡയലോഗാണ്. ഒന്നും പറയാൻ പറ്റില്ല എന്നറിയാം. അങ്ങനെ വന്നു. ആദ്യത്തെ ടേക്ക് എടുത്തു, ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ടേക്ക് എടുത്ത് ചെയ്യാൻ പറ്റിയില്ല. മൂന്നാമത്തെ ടേക്കിലേക്ക് കാറ് പിന്നിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഈ ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡയലോഗ്. അതെനിക്ക് അപ്പോൾ തോന്നിയത് ഞാൻ കീറിക്കളഞ്ഞു. ഞാൻ വേറൊരു ഇതിലേക്ക്, എൻ്റെ ഒരു ഭാവത്തിലേക്ക്, എൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവാണ്. കീറിക്കളഞ്ഞിട്ട് ഞാൻ എറിഞ്ഞു. ഞാൻ ഇറങ്ങുന്നു. ഒരു ട്രോളി ഷോട്ടാണ്. ക്യാമറ വിടാൻ ഞാൻ ഇറങ്ങുന്നു. ഡയലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞു വരണം. ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ദേവൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ആ ഡയലോഗ് ആ സമയത്ത് പറയാൻ പറ്റുന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാനത് പറഞ്ഞു. భగవంతుడు అందరికీ వాయులు వేలు ఇస్తే నాకు 6 వేలు ఇస్తారు. 5 వేలు സംഹാരാണെങ്കിൽ 1 വേലു സംഹാരാണെങ്കിൽ. ഞാൻ പറയുന്ന വെച്ചാല് ഇതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഡെന്നിസ് ജോസഫ് ആൻഡ് ജോഷിയാണ്. ജോഷി സാറ്. ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ അന്ന് രജനീകാന്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് നടന്മാർ അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി ആ തിരക്കഥ വാങ്ങിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. 4 സൗത്ത് ഇന്ത്യൻ ഭാഷകളിലേക്ക് ഈ സിനിമ അന്ന് റീമേക്ക് ചെയ്യപ്പെട്ടു. മണിരത്നം എന്ന് പറയുന്ന ഡയറക്ടറിന്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. അന്ന് ആ സിനിമ 4 ഭാഷകളിലേക്ക് പോയപ്പോഴും അതിലെ ഹീറോ മാറി, ഹീറോയിൻ മാറി, പലരും ഒക്കെ മാറിയെങ്കിലും അതിൽ മാറാതെ നിന്ന ചില ആളുകളുണ്ട്. ദേവേട്ടൻ 4 ഭാഷയിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല, 4 ഭാഷയിലുണ്ട്. അതുപോലെ തന്നെ 4 ഭാഷയിലും അഭിനയിച്ച മറ്റൊരു അഭിനേതാവ്, നടൻ മാത്രമല്ല, ഡെന്നിസ് ജോസഫ് സാറിന്റെ 18 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേതാവ്, വലിയ ആത്മസൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു അഭിനേതാവ്, മലയാള സിനിമയിൽ എത്രയോ ദശകങ്ങളായി ഒഴിച്ചുകൂടാനാവാതെ അനവധി കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അഭിനേതാവ്. സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ഡെന്നിസ് ജോസഫ് എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മോഹൻ ജോസേട്ടൻ. ഞങ്ങളിങ്ങനെ ഡെന്നിസ് ജോസഫ് സാറിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്രകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിൻസെന്റ് ഗോമസിന്റെ പ്രിയപ്പെട്ട കിങ്കരന്മാരിൽ ഒരാളായിട്ടുള്ള പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം മുതൽ 18 സിനിമകൾ ന്യൂഡൽഹിയുടെ 4 ഭാഷകളിലും മോഹൻ ജോസേട്ടനുണ്ട്. ഈ രാജാവിന്റെ മകൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ 1000 കണ്ണുകൾ എന്ന് പറയുന്ന ജോഷി സാറിന്റെ സിനിമയുണ്ട്. അതിനകത്തും മോഹൻ ജോസേട്ടനുണ്ട്. ഏതാണ്ട് ഒരു 1980കളുടെ പകുതി തൊട്ട് ഉള്ള ഒരു ദൃഢ സൗഹൃദം ഉണ്ട് ഡെന്നിസ് ജോസഫ് സാറുമായിട്ട്. പറയൂ, ഡെന്നിസ് ജോസഫ് സാറിന്റെ ഒരു സൗഹൃദത്തിന്റെ കഥകൾ. ഡെന്നിസിനെ ഞാൻ പരിചയപ്പെടുന്നത് രാജാവിൻ്റെ മകനിലാണ്. അപ്പം അതിൽ വർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഈ വിൻസെൻ്റ് ഗോമസിന് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രശസ്തരായ 2 നടന്മാരെ സമീപിച്ചു. അപ്പോൾ അവർക്ക് ഈ അസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല. അങ്ങനെ വന്നപ്പോൾ ഡെന്നിസും ഒക്കെ കൂടി ആലോചിച്ചു, എങ്കിൽ നമുക്ക് 2 പേരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും സുരേഷ് ഗോപിയും ആ ക്യാരക്ടർ ചെയ്യുന്നത്. അതെ. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡെന്നിസിനെ പരിചയപ്പെടുന്നത്. അപ്പം എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത്, വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു ഡെന്നിസ്. അതായത് ഞാൻ എൻ്റെ ആ 35 വർഷത്തെ ഒരു സൗഹൃദ ബന്ധത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇങ്ങനെ ആരോടും ക്ഷോഭിച്ചു കണ്ടിട്ടില്ല. മോശമായ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. മിതഭാഷിയായിരുന്നു. ഞങ്ങൾ ആ സമയം മുതൽ ഒരു 35 വർഷക്കാലം പടമില്ലെങ്കിൽ പോലും നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഏറെയും സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷ് നോവൽസിനെ പറ്റിയിട്ടൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തിന് പല നോവൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് സിനിമയാക്കാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ചില സമയത്ത്, നമ്മൾ ഈ കേരളം പോലെയല്ല, ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുക്കിന് ബുക്ക് സ്റ്റോൾസ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഡെന്നിസ് പറയും, നമുക്കൊന്ന് നടന്നിട്ട് വരാം, ഇവിടെ എവിടെയെങ്കിലും ബുക്ക് സ്റ്റോൾ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡെന്നിസ് എന്നോട് പറയും, നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും നോവൽ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഞാൻ ഇപ്പൊ ദേവേട്ടൻ നേരത്തെ പറഞ്ഞു സിഗരറ്റ് വലിച്ച് വളരെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഡെന്നിസ് സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മിതഭാഷിയായ ഒരാൾക്ക് എൻ്റെ ഒരു അറിവിൽ
ഈ സൗഹൃദ സദസ്സുകളും സൗഹൃദ സംഘങ്ങളും താരതമ്യേന കുറവായിരിക്കും. തീരെ ഇല്ല എന്നല്ല, താരതമ്യേന കുറവായിരിക്കും. നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് വിഷയങ്ങളായിരിക്കും ഇത്രയും ഈ പുസ്തകങ്ങളല്ലാതെ സംസാരിക്കുന്നത്? പുസ്തകങ്ങളല്ലാണ്ട് ഞങ്ങൾ ചിലപ്പം ആയുർവേദത്തെ പറ്റിയിട്ടായിരിക്കും പറയുക. കാരണം ഡെന്നിസിൻ്റെ കുടുംബത്തിൽ വളരെ പ്രശസ്തനായ ഒരു വൈദ്യരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും സിനിമയെ പറ്റിയിട്ടും പിന്നെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. ഡെന്നിസ് സാർ എഴുതിയിട്ടുള്ള സിനിമകളിൽ മോഹൻ ജോസഫിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയാൻ പറഞ്ഞില്ലേ, ഏതായിരിക്കും പറയുന്നത്? ആകാശദൂതാണ്. അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടും അഭിനയിക്കാത്തൊരു സിനിമയാണ്. അതെ. ദേവേട്ടന് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് ന്യൂഡൽഹി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നിറക്കൂട്ട് അത് ബാബുച്ചേട്ടൻ അഭിനയിച്ച സിനിമ ദേവേട്ടനെ കൊണ്ട് സമർപ്പിച്ചേക്കാണ്. പക്ഷെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. അതിൽ മമ്മൂട്ടിയുടെ റോള് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായിട്ട് തോന്നി. അതെ. അതില് പിന്നെ ബാബുവിന്റെ റോള്, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാബു ആസ് എ വില്ലൻ വരുന്ന സമയത്ത് ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനാൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു റോള് അദ്ദേഹത്തിന് കിട്ടിയെന്നൊക്കെ നമ്മൾ അന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റാണ് കേട്ടോ. ചില സിനിമകൾ നമ്മൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് അതിനൊരു കാര്യകാരണങ്ങൾ എന്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ 3 പേരും കൂടെ അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് ദിനരാത്രങ്ങൾ. മോഹൻ ജോസഫിന്റെ അതെ 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 നല്ല പടമാണ് ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. ഡെന്നിസിന്റെ പടമാണ്. അതിനകത്ത് ഞാൻ അഭിനയിച്ച വളരെ സോഫ്റ്റ് റോളാണ്. ഒരു ചെറിയൊരു നായകന് തുല്യമായിട്ടുള്ള, ഞാനും എന്റെ പേരായിട്ട് അഭിനയിച്ചത് ഉണ്ണി എന്ന് മറ്റു പറയുന്ന കഥാപാത്രമല്ല അതിൽ അവതരിപ്പിച്ചത്. സുമലതയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു അത്. എന്നാൽ ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച, ഒരുപക്ഷെ ഇതിന്റെ ഒരു പരിപൂർണ രൂപം ആദ്യം കാണുക അതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നവരാണ്. എഡിറ്റർക്ക് ശേഷം അത് കാണുന്നത്. അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ ഈ ഒരു അവസരത്തിൽ ഡെന്നിസ് സാറിനെ ഓർക്കുന്നു. ഡെന്നീസ് തിരക്കഥെഴുതിയ ഒരുപാട് പടങ്ങൾക്ക് എനിക്ക് സംഗീതം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും മുഖ്യമായിട്ട് പറയേണ്ടത് ആകാശദൂതാണ്. അന്ന് അതിലെ രാപ്പാടി കേഴുന്നുവോ എന്ന് പറയുന്നൊരു പാട്ട്, അപ്പം ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു സോങ്ങാണ്. ആ പടത്തിൻ്റെ തീമാണ് ആ പടം. ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടമായി, ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ പാട്ടാണ്. അപ്പം അങ്ങനൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് അതിനുവേണ്ടി രാപ്പാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെന്നീസാണ് എനിക്കൊരു ക്ലൂ തന്നത്. ആ ക്ലൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഡെന്നീസിൻ്റെ ആദ്യ പടമായ മറ്റേ വെൺമേഘംസ് നടക്കാതെ പോയ പടം, ഫസ്റ്റ് പടം, അതിനുവേണ്ടി കമ്പോസ് ചെയ്ത് ചിത്രയെ കൊണ്ട് പാടിച്ച ഒരു പാട്ടുണ്ട്. ഷിബു ചക്രവർത്തിയാണ് വരികൾ. സൂര്യ തേജസ്സിനെ സ്വർണബിംബമൊന്നിൽ ആവഹിച്ചൊരു ദേവകന്യക ഭൂമികയ്ക്കു നൽകി എന്ന് പറയുന്നതാണ്. ഇതെന്തായാലും നമുക്ക് വേസ്റ്റായി പോകണം, ഇത് വെച്ചിട്ട് ഒരു പാട്ടുണ്ടാകണം. പാടി കേഴുന്നുവോ പൂവും വിട ചൊല്ലുന്നുവോ. ഇതേ ഫീല് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു നല്ല പാട്ടുണ്ടാക്കാനായിട്ട് ഡെന്നീസ് മുഖേന എനിക്ക് സാധിച്ചു. എന്തായാലും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന, ഒരുപാട് സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്ന ഡെന്നീസ് ജോസഫിനെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. അതേസമയത്ത് അദ്ദേഹം നമ്മളെ ഇപ്പം ഇത്ര പെട്ടെന്ന് വേർപെട്ടു പോയുള്ള സങ്കടമുണ്ട്. ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ വേറൊരു സംഭവമുണ്ട്. കൈതപ്രം, ഇത് കവിത ഗാനരചയിതാവും കവിയാണല്ലോ അദ്ദേഹം, അപ്പോൾ കമ്പോസറുമാണ്. ഈയിടെ ഞങ്ങൾ ഒന്നിച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, എന്നെ ചൂണ്ടി മലയാള സിനിമയിലേക്ക് സംഗീത സംവിധായകനോ അല്ലെ റൈറ്ററായിട്ട്, ഇത് ഗാന രചയിതാവായിട്ട് എന്നെ കൊണ്ടുവന്നത് ഇരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാനല്ല കൊണ്ടുവന്നത്, സത്യത്തിൽ ഞാൻ ദിനരാത്രങ്ങളുടെ സെറ്റിൽ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ഡെന്നിസിന് പരിചയപ്പെടുത്തി. ഡെന്നിസ് ഇദ്ദേഹം കൈതപ്പുറം ദാമോദരൻ നമ്പൂരി എന്ന് പറയുന്ന ആളാണ്.
അത് നന്നായിട്ട് എഴുതും, നന്നായിട്ട് കവിതകൾ എഴുതും. ജോഷി സാറുമായിട്ടൊന്ന് പറഞ്ഞ്, എനിക്ക് ജോഷി സാറിനെ അറിയുന്നതിൽ എത്രയോ ഉപരി നന്നായിട്ട് ഡെന്നിസിനെ അറിയാം ജോഷി സാറിനെ. അതുകൊണ്ട് ഒരു പക്ഷേ introduction- പരിചയം മാത്രമല്ല, ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ ചിലരെ പരിചയപ്പെടുത്തുന്നതിന് മൂല്യം കൂടുതലാണ്. അതെ അതെ ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടുത്തുന്നതും വളരെ അടുത്ത ഒരാൾ പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു മൂല്യ വ്യത്യാസം ഉണ്ടല്ലോ. അതെ, അതങ്ങനെ ഉണ്ടായി. അത് വളരെ നന്ദിയോടുകൂടി അദ്ദേഹം ഓർത്തു. ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു, ഞാനിപ്പോൾ ദിനരാത്രങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാര്യമായി എന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഔസപ്പച്ചനും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പറയുക പെട്ടെന്ന് ഓർന്നതാണിത്. ഇപ്പൊ നമ്മൾ കേട്ട ഈ രാപ്പാടി കേഴുന്നു എന്ന് പറയുന്ന പാട്ട് പറയുമ്പോഴും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ ഈ സ്ത്രീപക്ഷം എന്നൊക്കെ പറയുന്ന അതിന്റെ കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയധികം നമ്മൾ പറയുന്ന ലാലേട്ടനാണെങ്കിലും മമ്മൂക്കൊക്കെ ആണെങ്കിലും അവരുടെ ഒരു ഹീറോയിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ എഴുതി കൊടുത്തിട്ടുള്ള ഡെന്നിസ് ജോസഫ് സാറിനെ പോലെ ഒരാളാണ് അന്ന് ഇത്രയധികം വുമണോറിയന്റ് ആയിട്ടുള്ള ആകാശദൂത് പോലെ ഒരു സിനിമ അന്ന് ഷൂട്ട് ചെയ്യുകയും തിരക്കഥ എഴുതുകയും അന്നത്തെ സർവകാല കളക്ഷൻ റെക്കോർഡുകളായിട്ട് ഇന്നും മലയാള സിനിമയുടെ കണ്ണീർ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അവിടെ ഡെന്നിസ് ജോസഫ് എന്ന എഴുത്തുകാരന്റെ പേര് മുൻപന്തിയിലുണ്ട്. മാസ് സിനിമകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ എഴുത്തുകാരന്റെ പേരുണ്ട്. അങ്ങനെ സിനിമയുടെ വ്യത്യസ്തങ്ങളായ ജോണറുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം എല്ലായിടത്തും ഈ എഴുത്തുകാരന്റെ പേര് വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പം മോൻജോസേട്ടൻ പറഞ്ഞതുപോലെ വായന അതിന് വല്ലാതെ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ തമ്മിൽ മോൻജോസേട്ടനായിട്ട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു, നോവലുകളെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞു. ഏത് തരം ഇംഗ്ലീഷ് നോവലുകളാണ് വായിച്ചിരുന്നത് അദ്ദേഹം? ത്രില്ലേഴ്സ് ആണ്. നമ്മൾ എഴുത്തിനെ കുറിച്ച് പറഞ്ഞു, കഥയെക്കുറിച്ച് പറഞ്ഞു, കഥാപാത്രങ്ങളെ കുറിച്ച് പലതവണ ആവർത്തിച്ചു. ഉറപ്പായിട്ടും ഇനി ഇവിടെ വരേണ്ടതൊരു സംവിധായകനാണ്. നമ്മളോടൊപ്പം ഡെന്നിസ് സാറിന്റെ ഒരുപാട് തിരക്കഥകൾ നമുക്ക് വേണ്ടി സിനിമയാക്കിയിട്ടുള്ള ഒരാളാണ്. സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഇത്തരത്തിലൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തിരക്കുകൾക്കിടയിൽ എന്ന് വെച്ചാൽ വ്യക്തിപരമായ പലതരത്തിലുള്ള തിരക്കുകൾക്കിടയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും യാത്ര ചെയ്താണ് എറണാകുളത്ത് നിന്ന് ഇതിന്റെ ഷൂട്ടിങ്ങിലേക്ക് അദ്ദേഹം സമയത്ത് എത്തിയിട്ടുള്ളത്. നന്ദിപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം ഡെന്നിസ് ജോസഫ് എന്ന ആ എഴുത്തുകാരനുമായിട്ടുള്ള ദൃഢമൈത്രിയുള്ള ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളെ കൂടി ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഹൃദയപൂർവ്വം. പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ TS സുരേഷ് ബാബു സാർ. സുരേഷ് ബാബു സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങള് ഡെന്നിസ് സാറിന്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സുരേഷ് ബാബു സാറിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ഈ 8 സിനിമകൾ ഉണ്ടെന്നോ? 8 സിനിമ, പിന്നെ ഒരു 5 സിനിമ നടക്കാതെ പോയിട്ടുണ്ട്. നടക്കാതെ പോയ 5 സിനിമകൾ പ്ലാൻ ചെയ്ത് എഡ്ജ് വരെ വന്നിട്ട് നടക്കാതെ പോയിട്ടുണ്ട്. ആദ്യം ഒന്നിച്ച് ചെയ്ത പടം കോട്ടയം കൊഞ്ചനാണോ? കോട്ടയം കൊഞ്ചിന് മുമ്പ് ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട്. അതായത് ശംഖുനാഥം എന്ന പടത്തില് മമ്മൂക്കയുടെ പോർഷൻസ് മുഴുവൻ എഴുതിയത് ഡെന്നിസ് ജോസഫ് ആണ്. അത് 2 ഷെഡ്യൂളായിട്ടായിരുന്നു. അത് പാപ്പനംകോട് ലക്ഷ്മണൻ ചേട്ടായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ്. മമ്മൂക്ക അതിനകത്ത് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം സെക്കൻഡ് ഷെഡ്യൂളാക്കി. അപ്പൊ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒരു ബലം വേണം തോന്നി, മൊത്തം ഒരു ആക്ഷനൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂക്കയാണ് വിളിച്ച് ഡെന്നിസിനോട് സജസ്റ്റ് ചെയ്തത്. ഡെന്നിസ് 2 ദിവസം കൊണ്ട് ഫുൾ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ പോർഷൻ മുഴുവൻ എഴുതി തന്നു. ഫുൾ സെക്കൻഡ് ഹാഫ് ഫുള്ളായിട്ട് ഒരു നടന്റെ പോർഷൻ മാത്രം എഴുതി ഡെന്നിസ് സാറാണ്. അതെ, സെക്കൻഡ് ഹാഫ് ഫുള്ള് മമ്മൂക്കയുടെ പോർഷൻ 2 ദിവസം കൊണ്ട് എഴുതി തന്നു. 2 ദിവസം. അത് കഴിഞ്ഞ് കോട്ടയം കൊഞ്ചനാണ്. അതെ, ഞങ്ങൾ വർക്ക് ചെയ്തത്. അതെ, അന്ന് സമയത്തെ നമ്മൾ മമ്മൂക്ക അന്ന് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളും സെറ്റപ്പുകളും വെച്ചിട്ടും ഡെന്നിസ് സാർ അന്ന് എഴുതിയിരുന്ന സിനിമകൾ നമ്മൾ ആ സിനിമകൾ പരിശോധിച്ച പലതും മാസ് സിനിമകൾ പോലുള്ള സിനിമകളൊക്കെയാണ്. ആ സമയത്ത് കോട്ടയം കുഞ്ഞച്ചൻ സത്യത്തിലൊരു റിസ്ക് ആയിരുന്നല്ലോ. ഇറങ്ങുന്നതിന് മുമ്പ് വിജയിച്ചപ്പം എല്ലാ റിസ്കുകളും നമ്മൾ തരണം ചെയ്തു, സമ്മതിച്ചു. എനിക്ക് തോന്നുന്നത് ഈ KT കുഞ്ഞോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന് മുമ്പ് ആദ്യം പ്രൊഡ്യൂസറിന്റെ പേരിടുന്ന ഒരു പ്രൊഡ്യൂസറാണ് എം മണി. അത് കഴിഞ്ഞ ഡയറക്ടറിന്റെ പേര് പല പടങ്ങളിലും അന്ന് പോസ്റ്ററിൽ കണ്ടിട്ടുള്ളൂ അല്ലെ, സുനിത പ്രൊഡക്ഷൻസ്. ഇതും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ, അത്തരത്തിലുള്ളൊരു പ്രൊഡ്യൂസർ മമ്മൂക്ക, ഡെന്നിസ് സാറ്, ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന അത്രയും ജോവിയലായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് ഡെന്നിസ് സാറും സുരേഷ് ബാബു സാറും എങ്ങനെയാണ് എത്തിയത്? അതെ, ആക്ച്വലി ഞാനൊരു 3-4 പടം ചെയ്തു. ലാസ്റ്റ് പടമാണ് ഈ ശംഖുനാഥം. അതിലെ ഏറ്റവും രസം എൻ്റെ എല്ലാ പടത്തിലും വലിയ വലിയ താരങ്ങളാണ്. മമ്മൂക്ക, മോഹൻലാൽ, നസീർ സാറ് ഒക്കെ വെച്ച് ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു നല്ല ഗ്യാപ്പ് വേണം. അപ്പോൾ മമ്മൂക്ക വിളിച്ച് ചോദിച്ചു, എന്താണ് ഈ ഗ്യാപ്പ് നല്ല ഗ്യാപ്പ് വീടുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നല്ല സ്ക്രിപ്റ്റ് ആയിട്ടില്ല.
അങ്ങനെയാണ് ഒരു കാര്യം 2 ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് വന്നു. നേരെ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ഡെന്നിസ് ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ പറഞ്ഞു ബാബുവിനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ഈ സംഘനായകത്തിൻ്റെ കറക്ഷനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു ഉഗ്രൻ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. മമ്മൂക്ക പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക ഡെന്നിസ് സാർ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് മമ്മൂക്കയും കാണിച്ചിട്ട് നേരെ റൂമിനകത്തേക്ക് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഉടനെ എഴുതും എന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നിസ് പറഞ്ഞൊരു കാര്യം ചെയ്യും, മമ്മൂക്ക പൊയ്ക്കോ, മമ്മൂക്കയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരാം, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ മമ്മൂക്ക പോയറിന് ഡെന്നിസ് എന്നോട് പറഞ്ഞത് ഡെന്നിസിനൊന്ന് 10 പടം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. 10 പടം. കാരണം എല്ലാ വലിയ ഡയറക്ടേഴ്സും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ തുടങ്ങാൻ നിൽക്കുകയാണ്, ഇൻക്ലൂഡിങ് ശശിയേട്ടൻ, IV ശശിയേട്ടൻ, ഹരൻ സാറ്, ഭരതേട്ടൻ, ജോർജ് സാറ്, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. രജനീകാന്ത് വരെ. അത് അടുത്തത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അത് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മമ്മൂക്ക ഡെന്നിസ് എന്നോട് ചോദിച്ചു. ഡെന്നിസ് പറഞ്ഞു ഇതുപോലെ ഞാൻ മമ്മൂക്കയോട് ചോദിക്കുകയാണ്, ഈ പ്രോജക്റ്റ് നടക്കുമോ? നടന്നാൽ ഞാൻ എഴുതാനിരിക്കാം, കാരണം ബാബുവിനെ എനിക്ക് ഇഷ്ടമാണ്, മമ്മൂക്കയ്ക്ക് അത്രയും തന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എഴുതാനിരിക്കാം. അതാണ് മമ്മൂക്കയോട് ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞു വെരി സീരിയസ്, ഈ പ്രോജക്റ്റ് നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞു ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ പടമുണ്ട്, അത് രജനീകാന്ത് മമ്മൂക്ക, വെൺമേഘ ഹംസങ്ങൾ എന്ന് പറഞ്ഞ പടം പ്രോജക്റ്റ്. ആര് ഡയറക്ഷൻ? ഡെന്നിസ് ജോസഫ്. ഇത് ഞാൻ ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് കേൾക്കാം. ഇതൊരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. രജനീകാന്തും മമ്മൂക്കയും കൂടെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ ദേവേട്ടൻ അറിയായിരുന്നു ഇത്? ഇല്ല, എനിക്കറിയില്ല. അവിടെ ബാബുചേട്ടനോ? എനിക്കറിയാം. ഞാൻ പക്ഷെ ഇത്ര ഈ കാസ്റ്റിംഗ് ഇങ്ങനെയാണെന്ന് അറിയില്ല. അതിൻ്റെ ഒരു കഥയുടെ ഒരു ത്രെഡ് കൊടുത്തത് മോഹൻജിയാണ്. അദ്ദേഹം പറയാത്തതാണ്. ഒരു സ്ഥലത്ത് നിന്നൊക്കെ കണ്ട് ഒരു ഇംഗ്ലീഷ് പടത്തിൽ നിന്നൊക്കെ കൊടുത്തത് അദ്ദേഹമാണ്. അതെ എന്തെല്ലാം കഥകളാ. ഡെന്നിസിന്റെ പല സിനിമകൾക്കും പല ത്രെഡുകൾ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാത്തതാണ്. ഡെന്നിസ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫ്രെയിമുണ്ട്, കാര്യങ്ങളുണ്ട്. കണ്ടമാനം നോവൽ വായിക്കും. ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന നോവലേ ഡെന്നിസ് വായിക്കുള്ളൂ. ഇദ്ദേഹം മുഴുവൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. മോഹൻജി അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ആ ഒരു പടം ഡയറക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, വേണമെങ്കിൽ തള്ളി വയ്ക്കാം, അടുത്തത് നമ്മുടെ എഴുതാതിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞു. കുറേ 2-3 ത്രെഡുകൾ എൻ്റെ ഒക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം ഹെവി കോസ്റ്റ്ലിയാണ്. അന്ന് ഞാൻ വളരെ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ മണി സാറ് ഓൾറെഡി എൻ്റെ ഒക്കെ ഒരു പടം ചെയ്യണമെന്ന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. ഓൾറെഡി എൻ്റെ ഒക്കെ ഒരു അഡ്വാൻസ് കിടപ്പുണ്ടായിരുന്നു. അതിനു മുമ്പേ പൊന്നും കുടത്തിന് പൊട്ടുന്ന ഒരു പടം അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, എനിക്കൊരു പടം എന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞാനും ഡെന്നീസും കൂടെ ഇരുന്ന് ഒരു 3-4 ത്രെഡ് കഴിഞ്ഞ് ഇങ്ങനെ പടം ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആണല്ലോ, എല്ലാം ഹെവി കോസ്റ്റ്ലി സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ പറയും എനിക്ക് സംഘം ഒന്ന് ഇറങ്ങി. അപ്പോൾ ഡെന്നീസിന് ഞങ്ങൾ രണ്ടുകൂടെയാണ് സംഘം അന്ന് കാണാൻ പോയത്. പക്ഷേ എൻ്റെ സെക്കൻഡ് ഹാഫായിരുന്നു കുഴപ്പം, ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ പറയും എനിക്ക് സംഘംമാതിരി ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു നോവൽ എടുത്ത് എൻ്റെ തന്നു. അതാണ് മുട്ടത്ത് വർഗീസ് സാറിൻ്റെ വേലി എന്നുള്ള നോവൽ. അത് ഞാൻ വായിച്ചിട്ട് എൻ്റെ പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെന്നീസേ, നിങ്ങൾ എല്ലാ പടങ്ങളും ഇങ്ങനെ നിങ്ങളുടെ ഹിറ്റാണ്, എൻ്റെ എല്ലാ പടങ്ങളും ആവറേജാണ്. അടുത്ത സിനിമ സക്സസ് ആണെങ്കിൽ ഞാൻ TS സുരേഷ് ബാബു ഫിലിമിലുണ്ട്. കാരണം 40 പടത്തോളം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ് ഞാൻ. എനിക്ക് വേറെ പണി അറിയില്ല. ഇനി ഈ 4 പടം ഡയറക്റ്റ് ചെയ്തിട്ട് ഇനി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകാനും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ മമ്മൂക്ക അടക്കമുള്ള ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രോജക്റ്റ് നിങ്ങൾ ഫൈനൽ ചെയ്യുക, നിങ്ങൾക്ക് ഓടും എന്ന് തോന്നുന്ന ഒരു ഫൈനൽ ചെയ്ത് എനിക്കൊരു സബ്ജക്റ്റ് തരിക. ഇത് നന്നായാൽ സുരേഷ് ബാബു ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം നെക്സ്റ്റ് ഡേ പറഞ്ഞു ഫുൾ ഗ്യാരണ്ടി, നമുക്കിത് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വേലി കോട്ടയം കുഞ്ഞച്ചനായി ടൈറ്റിൽ വിട്ടത് ഡെന്നിസ് ജോസഫാണ്. കോട്ടയം കുഞ്ഞച്ചൻ വേലിയാക്കി ഈ വേലിയെ കൺവെർട്ട് ചെയ്ത് ഇതായിട്ട് കുട്ടപ്പായിയെ പോലെ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരാളെ തന്നെ തന്നു. അന്ന് ഏറ്റവും രസം ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഡെന്നിസ് പറഞ്ഞു ഒരു കാര്യം ബാബുവിനോട് പറയാനുണ്ട്, റിലീസ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. റിലീസ് കഴിഞ്ഞിട്ട് പറയാം. അത് ഇടയ്ക്ക് ചോദിച്ചിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയും. അദ്ദേഹത്തെ ചേട്ടൻ്റെ കാര്യം പറയും, ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയും, സാറിൻ്റെ കാര്യം എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സാറിന് വേണ്ടി എനിക്ക് ഒരു പടം പറഞ്ഞ് കുഞ്ഞച്ചൻ കഴിഞ്ഞിട്ട് ഞാൻ സാറിന് ഒരു പടം, ഡെന്നിസിൻ്റെ സ്ക്രിപ്റ്റ് അല്ല, എന്നിട്ട് പോലും ബാബു സാറിൻ്റെ കാര്യം പറയാറുണ്ട്. അങ്ങനെയാണ് ഈ കോട്ടയം കുഞ്ഞച്ചൻ ഉണ്ടായത്. കോട്ടയം കുഞ്ഞച്ചൻ അന്ന് തിയേറ്ററിൽ വലിയ സക്സസ് ആണ്. അദ്ദേഹത്തിന്റെ നർമ്മമേ ഇപ്പൊ ഇവരെല്ലാം പറയുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. മോഹൻ ജോസ് ഏട്ടൻ പറഞ്ഞു മിതഭാഷിയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്നാൽ കോട്ടയം കുഞ്ഞച്ചൻ കുഞ്ഞച്ചൻ ആള് മാസാണെങ്കിലും ഈവൻ അതിൽ വരുന്ന സുകുമാരൻ ചേട്ടന്റെയും സംഘത്തിന്റെ ഒരു ട്രാക്ക് ഉണ്ട്, ഒരു കളരി സംഘം വരുന്നുണ്ട്. കുഞ്ചേട്ടന്റെ ഒരു പെണ്ണുകാണൽ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളാണേലും ഒക്കെ വലിയ നർമ്മങ്ങളുണ്ട് അതിനകത്ത്. ഈ നർമ്മം എവിടുന്നാണ് വരുന്നത്? എവിടുന്നാണ് അദ്ദേഹത്തിന്റെ? അത് കുഞ്ഞച്ചന്റെ ആക്ച്വൽ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയതല്ല,
അതായത് ഇപ്പോൾ ഡെന്നിസ് ഒന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് ടേപ്പ് റെക്കോർഡ് ചെയ്ത് തരും. കംപ്ലീറ്റ് അത് ഇങ്ങനെ പറഞ്ഞു പോകും. ചിലപ്പോൾ 4-5 സീൻ അതിൽ വിത്ത് ഡയലോഗോട് കൂടിയാണ് പറഞ്ഞത്. അതിലൊക്കെ ഈ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് രാത്രി ഞാൻ വേണു ബി നായർ ഉണ്ട്, പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്നു, കുറേ പടം പിന്നെ ഡയറക്റ്റ് ചെയ്തു. രാത്രി ഇരുന്ന് ഇത് കോപ്പി ചെയ്യും. നെക്സ്റ്റ് ഡേ അത് വായിച്ചിട്ട് ആവശ്യമില്ലാത്ത കട്ട് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ കൈ കൊണ്ട് എഴുതിയതല്ല. ഡെന്നിസ് ഫുൾ ഇതിൽ കൂടെ ടേപ്പ് റെക്കോർഡിൽ കൂടെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തതാണ്. അതിൽ കൂടെ വന്നതാണ്. ഡെന്നിസ് ആക്ച്വൽ നമ്മുടെ കൂടെ ഇരിക്കും, അങ്ങനെ കോമഡി അടിക്കില്ല, പക്ഷെ കോമഡി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പ്രീവിയസ് ഹിസ്റ്ററി, പഴയ കാര്യങ്ങൾ, മെരിലാൻഡിൻ്റെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ക്രിപ്റ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വലിയ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ, അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എഴുതാം, പക്ഷെ ഇത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. അതാ ഞാൻ പറയാൻ വന്നത്. അതായത് 2 കാര്യങ്ങളാണ്. ഒരാൾ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഹിറ്റാക്കി തരാന്നൊരു ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരാളുണ്ട്. ഒരാൾ എന്ന് പറയണം എന്റെ കരിയർ ഈ സിനിമ നന്നായ ഞാനുണ്ട്, അല്ലെ ഞാനില്ല എന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിനകത്തുള്ള ഒരു എഴുത്തുകാരന്റെ. പക്ഷെ വേറൊരു കാര്യമാണ്, ആ ഒരു കോൺഫിഡൻസ് ആണത്. അതൊരു കാര്യമാണ് ദേവേട്ട. ഇപ്പൊ ദേവേട്ട നേരത്തെ പറഞ്ഞു 18 മാസമായിട്ട് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അപ്പോഴൊക്കെ ഒരു മനുഷ്യനുണ്ടാകുന്ന കോൺഫിഡൻസ് കുറവും, ഒരാൾക്ക് 10 പടം ലൈനപ്പിലും ഒരു പടം ഡയറക്ഷനും ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഫോം ഉണ്ടല്ലോ. നമ്മൾ ക്രിക്കറ്റ് കളിക്കാർക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഫോം ഉണ്ടാകുക എന്ന് പറയുന്നതൊക്കെ ഈ സമയത്ത് ഒരുപക്ഷെ ഒരു എഴുത്തുകാരുണ്ടാവും. ഇതിനിടയിൽ ഒരു ആരോപണം ഒരു ആരോപണം ബാബു സാർ ഇപ്പൊ മോഹൻ ജോസ് സാറിനെ പറ്റി പറഞ്ഞു. എന്താണ്? ചില ത്രെഡുകൾ പോകുന്നുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെ പറ്റിയിട്ടൊക്കെ ഡെന്നിസ് പറയും, ഇത് വായിച്ചു നോക്ക്, സിനിമയ്ക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം വളരെയധികം തമാശ പറയില്ലെങ്കിലും തമാശ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ വെളുക്കെ ചിരിക്കുന്ന ഒരാൾ. നല്ല ചിരിയാണ് അദ്ദേഹത്തിന്. അത് നല്ല സുന്ദരനായ ഒരു ആയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നായർ സാബ് ഷൂട്ട് ചെയ്യുമ്പോൾ അത് 3 ഷെഡ്യൂളിലായിട്ടാണ്. 2 ഷെഡ്യൂൾ കാശ്മീരിലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ശ്രീനഗറിൽ ഗ്രീൻ ഏക്കർ ഹോട്ടൽ, അവിടെയാണ് നമ്മൾ താമസിച്ചത്. അതൊരു 10-25 ദിവസം. അത് കഴിഞ്ഞ് അത് സമ്മർ സീസണായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മഞ്ഞു വീഴ്ചയുടെ കാലമായിരുന്നു. ആ സമയത്താണ് സെക്കൻഡ് ഷെഡ്യൂൾ. അത് ഗുൽമാർഗിൽ ഹോട്ടൽ ഹിൽ ടോപ്പ്, അങ്ങനെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഒരു 7 മണിയോടുകൂടി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. റൂമിൽ വന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം എല്ലാ ദിവസവും അവിടുത്തെ ഡൈനിങ് ഹാളിൽ കൂടും. അത് തമാശയും കാര്യങ്ങളും പരിപാടികളും കൂടും. ഡിന്നർ കഴിക്കും, ഡ്രിങ്ക്സ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഡെന്നിസിനെ അവിടെ കണ്ടിട്ടില്ല. ഡെന്നീസിന്റെ റൂമിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു എഴുത്തുമായിട്ട്. അല്ലാണ്ട് ഈ കലാപരിപാടികൾ ഈ സൗഹൃദ സംഘങ്ങളിലില്ല, വരൂല. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. അല്ല, നമ്മളിപ്പോ ഈ പറയുന്ന ഗൗരവമുള്ള ആളാണ്. കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡ് മറ്റേ മനുവങ്കിളിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ആലോചിക്കണം. ഉണ്ട്, നാഷണൽ അവാർഡ്. മനുവങ്കിൾ എന്ന് പറയുന്ന സിനിമ കുട്ടികളുടെ ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ എഴുത്തുകാരനെ പറ്റിയാണ്. നിങ്ങൾ ഗൗരവക്കാരനാണ്. എന്തൊരു ആൾക്കാർ ഈ സ്റ്റേജിൽ കയറാൻ പഠിച്ച് അത് വാങ്ങിക്കാൻ പോയില്ല. മനുവങ്ങളുടെ നാഷണൽ അവാർഡ് പ്രസിഡന്റ് ആയിരുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു, പോയില്ല. പേടിച്ചാൽ ഒരു ഇത് കൊണ്ട് പോകാത്തതാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബോബനും മോളിയും ബാലരമ ഇതൊക്കെയാണ്. എപ്പോഴും കൈ കാണും, എപ്പോഴും ഇഷ്ടം പോലെ ഇങ്ങനെ കെട്ട് കണക്കിന് വായിക്കും. നമ്പൂരി സാർ ഒരു പരാതി പറഞ്ഞു, പുള്ളി ബാക്കിയെല്ലാം വായിക്കും, കെമിസ്ട്രി വായിക്കൂല. അത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പഠിത്തം ഒഴിച്ച്, കാരണം അശോകൻ കുഴപ്പമില്ല പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഗായത്രി അശോകൻ കുഴപ്പമില്ല പഠിക്കും, പഠിത്തം ഒഴിച്ച് ബാക്കി എല്ലാം എന്റെ തലയിൽ കയറി നന്നേ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? അല്ലെന്ന് ഇതാണ് എല്ലാ ആനുകാലികങ്ങളൊക്കെ വായിക്കും. മാതൃഭൂമി, മനോരമ, ഇങ്ങനെയുള്ള ഇതുള്ള ആനുകാലികങ്ങൾ, പ്രസിദ്ധീകരണങ്ങളെല്ലാം വായിക്കും. പക്ഷേ കെമിസ്ട്രി മാത്രം വായിക്കില്ല. അതിന്റെ ഗുണം ഉണ്ടായി. എനിക്കറിയാൻ മേലെ ഏതായാലും ഗുണം ഉണ്ടായോ എന്നുള്ള. അല്ല, അതിന്റെ ഗുണം തിരിച്ചുണ്ടായി. കെമിസ്ട്രി കൊണ്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയിലെത്തില്ല. കെമിസ്ട്രി അധ്യാപകനായ തിരിച്ച് സിനിമയെ കൊണ്ടുവരണമെങ്കിൽ ഇവിടുന്ന് ഒരാൾ സിനിമയിൽ പോകണ്ടേ? അങ്ങനെ കെമിസ്ട്രി വായിക്കാതെ സിനിമയിൽ പോയിട്ട് കെമിസ്ട്രി അധ്യാപകനെ സിനിമയെ കൊണ്ടുവന്ന ആളാണ്. അത് പറയാണ്ട് പറ്റില്ല. കാരണം മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇൻസൾട്ട് ചെയ്യാണ്, എഴുന്നേപ്പിച്ച് നിർത്തുക. പുറത്തേക്കുള്ള വഴി അതാണ് പുറത്തേക്കുള്ള വാതിലെന്ന് പറയും. 2 വാതിലുണ്ടാവും റൂമിലെ, ക്ലാസ് റൂമിന്. അത് പലപ്പോഴും പറയണ്ട, അംഗം കാണിച്ചാൽ മതി. സ്വല്പം കഥകളി നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. മുദ്ര അറിയുമ്പോ ഈ നർമ്മം പറയുമ്പോ
മാന്യന്മാർ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഡെന്നിസ് സാറാന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അതെ, എന്തൊരു നർമ്മമുള്ള സിനിമയാണത്. അല്ല, അതൊരു 7 ദിവസം കൊണ്ട് എഴുതി തീർത്താണ്. അതൊരു ഗ്യാപ്പ്. ഇപ്പം ഞങ്ങൾ ആക്ച്വൽ പ്ലാൻ ചെയ്തത് അരയൻ പത്രോസ് എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പ്രോജക്റ്റാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു 7 ദിവസത്തിനകത്ത് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാം. അരയൻ പത്രോസ് എന്ന് പറയുമ്പോൾ കിഴക്കൻ പത്രോസുമായിട്ട് കിഴക്കൻ പത്രോസായ അത് അന്ന് അമരം വന്നതുകൊണ്ടാണ് ഞങ്ങളത് ആക്ച്വലി ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് പേര് മാറ്റി കിഴക്കൻ പത്രോസായി. അതാണ് അത്. പിന്നെ കിഴക്കൻ പത്രോസ് എന്നാണ് അന്ന് കോട്ടയം കുഞ്ചൻ പാർട്ട് 2 നടക്കാതായത്. കാരണം ഏതാണ്ടൊക്കെ സാദൃശ്യമുണ്ട്. കിഴക്കൻ പത്രോസും കോട്ടയം കുഞ്ചനായിട്ടൊക്കെ ഏതാണ്ട് സാദൃശ്യമുണ്ട്. ആക്ച്വൽ പടം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അരയൻ പത്രോസ് ആയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് തരാം, 7 ദിവസത്തിനകത്ത് എഴുതി തരാമെന്ന് പറഞ്ഞു. 10ാമത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് അന്ന് സംഭവിച്ചു? 7 ദിവസം കൊണ്ട് ക്യാമറമാനെ ഫിക്സ് ചെയ്യണ്ടേ? ഫുൾ സ്ക്രിപ്റ്റാണ്. അതിന് ഈ കൂട്ടത്തിൽ തന്നെ ഫിക്സ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എഴുതാനിരുന്ന് 10ാമത്തെ ദിവസം നടന്ന പടമാണ് മാന്യന്മാർ. അതിനകത്ത് ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഇല്ല. മുകേഷ്, ശ്രീനിവാസൻ, ജഗദീഷ്, അമ്പിളിച്ചേട്ടൻ, സകല ഒരുമാതിരിപ്പെട്ട മലയാളത്തിലെ എല്ലാ കോമഡി ആർട്ടിസ്റ്റ്, എല്ലാ വില്ലന്മാരും ഉണ്ടായിരുന്നു. ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവലിലെ കവറിലൊരു വരിയുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് കഥകളാണ് എന്ന് എഴുതിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനെ തള്ളെന്ന് പറയും. നോണ പറയുന്നത്. കാരണം ഇത് ഇന്ന് 7 ദിവസം കൊണ്ട് അതുപോലൊരു സിനിമ എഴുതി 10ാം ദിവസം ഷൂട്ടിംഗ് തുടങ്ങുക എന്ന് പറയുന്നത് ഇന്നത്തെ ഏത് സിനിമാക്കാരനോട് പറഞ്ഞാലും ഇത് അസാധ്യമാണ്, നടക്കാത്ത. 7 ദിവസം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിനൊരു കാരണമുണ്ട്. കാരണം വായനാശീലമുണ്ട്. വായിക്കുമ്പോഴാണ് ഒരുപാട്, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സംബന്ധിച്ചിടത്തോളം വായന ഒരു ഫ്യൂലാണ്. ഒരുപാട് വായിക്കുമ്പോഴാണ് അതിനുള്ള ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു വായനക്കാരന് ക്യാൻ ബിക്കം എ ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. കാരണം ഒരുപാട് സാധനം ഓൾറെഡി ഉണ്ട്. എന്നാലും ദയവേട്ട ഇത് ഈ ഒരു 65-70 സീനുണ്ടോ ഈ ഒരു പടത്തിൽ? 80 സീൻ 80 ലൊക്കേഷൻ 80 ലൊക്കേഷൻ കാണാൻ ഒരു മനുഷ്യന് സമയം. ഇത് വേറൊരു കാര്യമാണ്, ഇതിന്റെ സംഘാടനത്തിന് മൊബൈൽ ഫോൺ ഇല്ല, പലയിടത്തും ലാൻഡ് ഫോൺ ഇല്ല. അല്ലെ, ഇതിറങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയല്ലേ ഇത് നടക്കുന്നത്. എന്നിട്ടും ഇത് 10ാം ദിവസം ഷൂട്ടിംഗ് കൂടെ. എത്ര ദിവസം ഷൂട്ട് ചെയ്തു സിനിമ? അത് ഒരു 24-25 ദിവസം. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം തിരിച്ചു വരും. പ്ലാൻ ചെയ്തിട്ട് 50ാമത്തെ ദിവസം സിനിമ തീർന്നില്ലേ? റിലീസ് ചെയ്തു. 51ാമത്തെ ദിവസം റിലീസ് ചെയ്തു. 51ാമത്തെ ദിവസം പടം നന്നായിട്ട് പോയ. അതായത് ഭയങ്കരം പ്ലാൻ ചെയ്തിട്ട് 51-ന് റിലീസാ. ഡബിങ്, റീ റെക്കോർഡിങ്, ഷൂട്ടിങ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം കൂടെ. കണ്ടമാൻ ആർട്ടിസ്റ്റ് ഉണ്ട്. തമിഴിലെ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പൊ രമ്യ കിഷ, വിനു ചക്രവർത്തി തുടങ്ങി കണ്ടമാൻ ആർട്ടിസ്റ്റ് ഉണ്ട്. ചെന്നൈയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് പോട്ടെ, എനിക്ക് ഏറ്റവും രസം അധികം പറഞ്ഞത് ന്യൂഡൽഹി, ന്യൂഡൽഹി പോകുമ്പോഴേ 5 സീനെ കയ്യിലുണ്ടായിരുന്നു പറഞ്ഞു. 5 സീനും ഏതാണ്ട് ഒരു റഫ് ആയിട്ടുള്ള ഒരു സീൻ ഓർഡറും അത് വെച്ചിട്ടാണ് ന്യൂഡൽഹി ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ബാച്ചിന് ഇതിന്റെ ഒരു അത്ഭുതം വളരെ വലുതാണ്. ഇപ്പൊ 51-ാം പക്കം റിലീസ് ചെയ്യുക, മൊത്തം ഡബിങ്ങിന് 30 ദിവസമുണ്ട്. ഇപ്പൊ ഒരു സിനിമ എല്ലാം കൂടെ ആർട്ടിസ്റ്റുകളൊന്ന് പല സമയത്ത് ചെയ്യുന്ന പറയുന്ന അത്ഭുതമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ എഴുതിയ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും സമകാലീനും ഒക്കെ ആയിട്ടുള്ള നിരവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള എഴുത്തുകാരൻ എസ്.എൻ. സാമി സാർ ഇപ്പം ഡെന്നിസ് ജോസഫ് സാറിനെ ഓർമ്മ. എനിക്ക് അയാളെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സംഭവം, എൻ്റെ ലൈഫിലെ ട്രെൻഡ് ചേഞ്ചർ ആയിരുന്നു ഡെന്നിസ് ജോസഫ്. ഞാൻ ഈ ഫാമിലി സ്റ്റോറീസും എമോഷണൽ സ്റ്റോറീസായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഒരുപാട് പടങ്ങൾ മമ്മൂട്ടി അഭിനയിച്ചതും മോഹൻലാൽ അഭിനയിച്ച പടങ്ങളൊക്കെ കുടുംബക്കഥകളും മറ്റുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചേഞ്ച് ഉണ്ടാവാൻ കാരണം ഡെന്നിസ് ജോസഫാണ്. ഒരു ദിവസം അർജൻറ്റായിട്ട് എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവിടം വരെ ചെല്ലണം, എനിക്ക് സുഖമില്ല, ഒന്ന് ഇവിടം വരെ വരണം എന്ന് പറയും. ശരി, അപ്പോൾ എന്താണ് അസുഖം എന്ന് അറിയില്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ അയാൾക്കൊരു അസുഖമില്ല. അയാളുടെ കൂടെ അവിടെ കേമദൂരപ്പുണ്ട്. ഞാൻ പറയും എന്തിനാണ് നുണ പറഞ്ഞത്? എനിക്ക് സ്വാമി വരില്ല, അതുകൊണ്ടാണ് നുണ പറഞ്ഞതെന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞു. ഞാൻ പറയും എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് പറയും മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് മധുവിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ആ ഡേറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഡേറ്റ് ഉടനെ ഒന്നും കിട്ടൂല. എന്നെയാണ് ആ ജോലി ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ എനിക്കിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് എഴുതാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങൾ തീരില്ല എഴുതി. അപ്പം സ്വാമി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറയും എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് കഥയൊന്നുമില്ല. അല്ല അങ്ങനെയാണ് ഞാൻ വല്ലാതെ നിർബന്ധം. ഞാൻ അവസാനം അവരോട് പറഞ്ഞ് എനിക്ക് കുറച്ച് ദിവസം സമയം തരണം, ഒരു 10 ദിവസം. ഞാൻ ആലോചിച്ചിട്ട് എന്നെ കൊണ്ടാവുന്നത് ആണെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിയിച്ചു. എനിക്കൊരു ചെറിയ തോട്ട് വന്നിട്ടുണ്ട്, അതാണെങ്കിൽ ആലോചിക്കും. അതാണ് 20ാം നൂറ്റാണ്ടെന്നുള്ള സിനിമ. അപ്പോൾ ഈ
അങ്ങനെ ഒരു കാരണം ഇല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ആലോചിക്കുന്ന ഒരാളായിരുന്നില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നത് ഡിമാൻഡായിരുന്നു ഈ ഫാമിലി സബ്ജക്ട്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ മാറി ചിന്തിച്ചത് നന്നായി. കാരണം അതെനിക്കൊരു ചേഞ്ച് ഉണ്ടായി. പിന്നെ അടുത്ത ചേഞ്ച് ഉണ്ടാവുന്നത് CBIയില. അങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ടല്ലോ ഓരോ കാര്യത്തിന്. അങ്ങനെ ഡെന്നിസിനെ ഓർക്കുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം മറക്കാൻ പറ്റില്ല. എൻ്റെ കരിയറിലെ ഒരു ട്രെൻഡ് ചേഞ്ചറായിരുന്നു ഡെന്നിസ് ജോസഫ്. നമ്മുടെ തിരക്കുകൾ വരുമ്പോൾ ഒഴിവാക്കുന്നതിന് പകരം അതൊരു മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന. എനിക്ക് ഒരു ഈ സാമ്രാജ്യം ഷിബു ചക്രവർത്തി. അതെ, സാമ്രാജ്യം ഫസ്റ്റ് കഥ കേട്ട ഞാനാണ്. ഫസ്റ്റ് കഥ കേട്ട ഷിബു ചക്രവർത്തി സാറല്ലേ തിരക്കഥ എഴുതിയിരിക്കുന്നത്? ഡെന്നീസിന്റെ അടുത്ത് വന്നാണ്. ഡെന്നീസിനെ വന്ന് എൻ്റെ ഒക്കെ പറഞ്ഞ് കഥ കേൾക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്യൂട്ടിഫുൾ. അത് ജോമാൻ പറയണ സ്റ്റൈലുണ്ട്. അപ്പോൾ ഞാൻ ഡെന്നീസിനെ പറഞ്ഞു എങ്ങനെയെങ്കിലും എഴുതി കൊടുത്തേ പറ്റുള്ളൂ. അന്ന് ഡെന്നീസ് ഭയങ്കര തിരക്ക്. അങ്ങനെയാണ് ഈ ഷിബുവിനെ ഏർപ്പാട് ചെയ്തതും. മമ്മൂക്കയെ ഡെന്നീസ് അവിടെ നിന്ന് വിളിക്കണം, സൂപ്പർ സബ്ജക്റ്റാണ്, ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സാമ്രാജ്യം സംഭവിച്ചത്. അതും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ തിരക്ക് ഷിബു ചക്രവർത്തി സാറിന് കൊടുത്തതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ. ഏറ്റവും രസം, കൊടുക്കുമ്പം ഈ ജോണർ എഴുതുന്ന ആൾക്ക് അല്ല അത് ഏൽപ്പിക്കുന്നത്. പക്ഷെ അത് അയാളെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ട്, ആ തിരിച്ചറിവുണ്ടല്ലോ, പറ്റും എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുക്കും. പറ്റുന്നുള്ളത് കൊണ്ടാണ് അത് പറ്റുന്നത്. അതെ. ശരി, കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസിനൊക്കെ മാന്യന്മാര് പോലുള്ള പടങ്ങൾക്ക് അപ്പോൾ ഒരു 5 പ്രൊജക്ട് നടക്കാണ്ട് പോയെന്ന് പറഞ്ഞു. 1, 2 അല്ല 5 എണ്ണമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള 5 പ്രോജക്റ്റ് ഉണ്ട്. ഒന്ന് കാർത്തികേയൻ നാൾ കാർത്തികേയൻ, മോഹൻലാലായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കായൽ സാമ്പ്രാട്ട്, അത് 3 റൈറ്റേഴ്സായിരുന്നു പ്ലാൻ ചെയ്ത്. അത് നമ്മുടെ ദാമോദരൻ മാഷും ഡെന്നിസ് ജോസഫും ആയിരുന്നു. രഞ്ജി പണിക്കരും ഡെന്നിസ് ജോസഫും കൂടെ ഞങ്ങളൊരു ഫൈനൽ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസ്കഷനിൽ വന്നതാണ്. അത് നടക്കാതെ പോയി. പിന്നെ വേറൊരു പൊന്നും കൊണ്ടൊരാൾ രൂപം എന്ന് പറഞ്ഞ് മുട്ടത്തുവർക്കി സാറിൻ്റെ തന്നെ ഒരു നോവൽ, അത് വേറെ രീതിയിൽ സിനിമയായിട്ട് വന്ന ഹിറ്റായി മലയാളത്തിൽ. അത് പറയുന്നില്ല. അത് ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് റൈറ്റ്സ് വരെ വാങ്ങിച്ചതാണ്. പിന്നെ വേറൊരു പ്രോജക്റ്റ്, അത് തമിഴിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ബാലേന്ദ്ര സാറിൻ്റെ ഒരു എഴുതിയിട്ട് ഞാൻ അവനല്ലേ, അത് ഒന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത്. അങ്ങനെ 4-5 പ്രോജക്റ്റ് നടക്കാതെ പോയിട്ടുണ്ട്. ഡെന്നിസ് ഉണ്ടായിരുന്ന ഈ കോട്ടയം കുഞ്ഞച്ചൻ രഞ്ജി പണിക്കരും ഡെന്നിസ് ജോസഫും കൂടെ ചേർന്ന് എഴുതിയാണ് അതിനുള്ള എല്ലാ സെക്കൻഡ് പാർട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് വിട്ടത്. പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഒരു സംഗീതത്തിനോടുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു ഡെന്നിസ് സാറിന്? ഈ വായനയും എഴുത്തൊക്കെ ഉള്ളവർക്ക് പൊതുവേ അതിലോടും കൂടെ ഒരു താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ 4 പടത്തിന് റെക്കോർഡിങ്ങിന് പോയത് ഡെന്നിസ് ജോസഫാണ്. പുള്ളി സ്ക്രിപ്റ്റ് എഴുതാത്ത പടത്തിന് ഒന്ന് കൂടിക്കാഴ്ച പുള്ളിയാണ് പോയത്. ഈ സ്ക്രിപ്റ്റ് ഫുൾ ഇതിൻ്റെ ഇരുന്നത്. പ്രായക്കര പാപ്പാൻ്റെ റെക്കോർഡിങ്ങിന് പോയി ഡെന്നിസ് ജോസഫാണ്. ഞാനന്ന് ഇവിടെ ഷൂട്ട് നടന്നുണ്ട്. അദ്ദേഹം എഴുതാത്ത സിനിമകളിൽ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു എനിക്കൊരു പടത്തിന് മ്യൂസിക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു SP വെങ്കടേശ്വര അസിസ്റ്റൻ്റായിട്ട് ഇരുത്താം, അല്ലെങ്കിൽ ശ്യാം സാറിനെ കൂടെ ഇരുത്താമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല ഇതായിരുന്നു, നല്ല ബോധമായിരുന്നു. എല്ലാ പഴയ കഥ എന്ന് പറയുന്ന സിനിമ തുടർക്കഥ. അതെ അതെ, ഊട്ടിയിൽ വെച്ചെടുത്തു. ഷൂട്ട് ചെയ്തത് നമ്മുടെ സായികുമാർ ഡയറക്ട് ചെയ്ത പടമല്ലേ? അത് ഡെന്നിസ് ദേവനില്ലായിരുന്നു. അതെ അതെ, ആ തുടർക്കഥ ഡയറക്ട് ചെയ്തത് ഡെന്നിസ് സാർ. അതെ അതെ. അതിൽ 5 പാട്ടുണ്ട്. തുടർക്കഥ ആതിര വരവായി, ആ പാട്ടൊക്കെ അതിലാണ്. ശരറാന്തൽ പൊന്നും പൂവും, ആ സിനിമ, മഴവില്ലാടും മലയുടെ മുകളിൽ, ഇതെല്ലാം അളകാപുരിയിലടങ്ങി ഒരുപാട് പാട്ടുകളുള്ള തുടർക്കഥ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. ഇനി ഈവൻ തിരിച്ച് ചിന്തിച്ചാൽ അർത്ഥം നമ്മള് കോട്ടയം കുഞ്ഞച്ചൻ എടുത്താൽ ഹൃദയവനിയിലെ ഗായികയോ എന്ന് പറയുന്ന ആ സിനിമയുടെ കഥയുടെ വഴിയിലല്ല ആ പാട്ടെങ്കിലും അതിന് കമ്പോസിങ്ങിന് പോയത് മമ്മൂക്കയാണ് പോയത്. കംപ്ലീറ്റ് അതിൻ്റെ 3 പാട്ട്. കാരണം എനിക്ക് സമയമില്ലായിരുന്നു, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഡെന്നിസിന് പഴയ ഏത് പാട്ട് ചോദിച്ചാലും ആര് പാടി ആര് എഴുതി പക്ക അങ്ങോട്ടും ഇങ്ങോട്ട് പറയും. ഈ കിഴക്കൻ പത്രോസിലെ പാതിരാക്കിളി അത് ഡെന്നിസ് കമ്പോസിങ് ഇരുന്നതാണ്. കമ്പോസിംഗ് പാട്ടില്ല, അത് SP വെങ്കടേഷ് സാർ. ന്യൂ ഇയറിന്റെ അന്ന് രാത്രി 12 മണിക്ക് പൂജ സ്വിച്ച് ഓൺ 12 മണിക്കായിരുന്നു. ന്യൂ ഇയറിന്റെ അന്ന് ഡിസംബർ 31 അന്ന് രാത്രിയാണ് ഇതിനെ കമ്പോസ് ചെയ്യാം. ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തത് അതാണ്. മമ്മൂക്കൊക്കെ വന്ന് നവോദയയിലായിരുന്നു. അതിന്റെ ശേഷമാണ് അതിന്റെ കമ്പോസിംഗ് ഇരുന്നത്. അങ്ങനെ വന്നാണ് ഈ പാതിരാക്കിളി കാര്യങ്ങൾ. എല്ലാ പാട്ടിനും ഒരു ശ്രദ്ധയുണ്ട്. സാർ, ഇപ്പം നമ്മുടെ മോഹൻ ജോസേട്ടനും ദേവേട്ടനും നമ്പൂരി സാറും ഒക്കെ അഭിനയിച്ച പടം ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ പാട്ടിനെ കുറിച്ച് പറഞ്ഞ ഒരവസരത്തിൽ പറയണത്, ആ സിനിമയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് തിരുനെല്ലിക്കാട് പൂത്തു. ആ പാട്ട് ഡെന്നിസ് സാറാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ശരിയാണ്. മുകേഷ് പാർവതിയായിരുന്നു. അതപ്പോ ഡെന്നിസ് ഡയറക്ഷനിലേക്ക് നിൽക്കുന്നുണ്ട്. ജോഷിയേട്ടാണ് പറഞ്ഞത് നീ പോയി ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ട്രെയിനിങ് പോലെ പോയതാണ്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടെടുക്കാനായിട്ട്. എൻ്റെ മാന്യന്മാരിലൊരു തമിഴ് പാട്ട് ഷൂട്ട് ചെയ്തത് ഡെന്നിസ് ജോസഫാണ്. ഒരു സെപ്പറേറ്റ് ഒരു യൂണിറ്റ് വെച്ചിട്ട് അത് കൊടുക്കും. കാരണം പാട്ടിനോട് ഇദ്ദേഹം ഭയങ്കര ക്രൈസാണ്. അദ്ദേഹമാണ് ഷൂട്ട് ചെയ്തത്. ഈ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത അഥർവ എടുത്താൽ എന്ന് ഇളയരാജ സാറ് പുഴയോരത്തിൽ പൂന്തോണി എത്തിയില്ല എന്നുള്ള പാട്ടുകൾ ഉൾപ്പെടെ ഒരുപാട്
വൈവിധ്യമുള്ള പാട്ടുകളും നേരത്തെ ഒരിക്കൽ വീണ്ടും പറഞ്ഞതുപോലെ ഒരു തിരക്കഥാകൃത്തിന്റെ കരിയർ ഗ്രാഫ് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പോയിട്ടുള്ളതെന്നുള്ളത് വലിയ അത്ഭുതം തോന്നുന്ന ഒന്നാണ്. നടക്കാതെ പോയ പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ അതുപോലെ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ ഒരു സിനിമ സമീപകാലത്ത് ഡെന്നിസ് സാറിന്റെ വിയോഗത്തിന് തൊട്ടു മുമ്പ് വരെ ബാബു ആന്റണി സാറിനെ വെച്ചിട്ട് പവർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു. അതിന്റെ ഫുൾ തിരക്കഥ തീർത്താണ്, ഡയലോഗ്സ് എഴുതിയിട്ടില്ലായിരുന്നു. ഫുൾ തിരക്കഥ അതിന്റെ ഫുൾ ഡീറ്റെയിൽ. ഡെന്നിസ് എപ്പോഴും പറയുമ്പോൾ റഫ് ഡയലോഗോടെ തിരക്കഥ റെഡിയാക്കത്തുള്ളൂ. എനിക്ക് വേണ്ടി ഞാൻ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എല്ലാം റെക്കോർഡ് ചെയ്ത് തരുന്നത്. ഞാൻ ഫുൾ ടൈം കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ റെക്കോർഡിംഗ് കേട്ടാൽ ബാക്കി മനസ്സിലാവും. ആ പവർ സ്റ്റാർ എന്ന് പറയുന്ന ചിത്രം ഒരുക്കാനിരുന്നത് സംവിധായകൻ ഒമർ ലുലു എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. ഡെന്നിസ് ജോസഫ് സാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ പവർ സ്റ്റാർ എന്ന് പറഞ്ഞ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ആവശ്യത്തിനാണ് ഫസ്റ്റ് ഡെന്നിസ് ജോസഫ് സാറിനെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ പവർ സ്റ്റാർ പടമൊക്കെ അനൗൺസ് ചെയ്ത് അതിന്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ പോസ്റ്റർ അത്യാവശ്യം ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ആ പോസ്റ്ററിൽ ഡെന്നിസ് ജോസഫ് സാറിന്റെ പേര് കണ്ടിട്ട് ഒരുപാട് പേര് ഡെന്നിസ് ജോസഫ് സാറിനെ വിളിച്ചിട്ട് ഒമറിനായിട്ട് പ്രോജക്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ പാരകളൊക്കെ ചെന്നു. അപ്പോൾ ഡെന്നിസ് ജോസഫ് സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒമറിന് കുറെ ശത്രുക്കൾ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് സാർ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ കുറെ പാരകൾ വന്നിരുന്നു ഫിലിം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ടെൻഷനായി സാർ. എന്നിട്ട് അപ്പൊ സാർ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് കുറെ ആളുകൾ വിളിച്ച് പറഞ്ഞു ഒമറിനായിട്ട് പ്രൊജക്റ്റ് ചെയ്യരുതെന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഒമറിന് സിനിമ ചെയ്യാന്ന് സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്യും. അതാണ് ഡെന്നിസ് ജോസഫ് സാറ്. പുള്ളി എന്ന് പറഞ്ഞ ഒരാളെയും ഒരു പേടിയോ അല്ലെങ്കിൽ എന്ത് കാര്യവും ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയും. അപ്പൊ ഞങ്ങൾ പവർ സ്റ്റാറിന്റെ ആവശ്യമായിട്ട് ഒരു 1.5 കൊല്ലത്തിന്റെ അടുത്ത് ഞങ്ങൾ അതിന്റെ സ്ക്രിപ്റ്റും പരിപാടിയും, കാരണം പവർ സ്റ്റാർ അനൗൺസ് ചെയ്ത സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പൊ അത് കാരണം ഒരുപാട് നീണ്ടുപോയി ആ പ്രോജക്റ്റ്. പിന്നെ അതിന്റെ ഇടയിൽ സാറാണെങ്കിൽ സാറിന് പോവുകയും ചെയ്തു. അപ്പോൾ ഈ പവർ സ്റ്റാറിന്റെ ചർച്ചകളുടെ ഇടയിലായിരുന്നു കൂടുതലും ഡെന്നിസ് ജോസഫ് സാറിന് അറിയാൻ പറ്റിയത്. അപ്പൊ ഇത്രയും ഒരു തറവാടി മനുഷ്യൻ ഞാൻ എൻ്റെ ഫിലിം ലൈഫിൽ കണ്ടതിൽ ഡെന്നിസ് ജോസഫ് സാറാണ്. ഒരു വാക്ക് ആള് പറഞ്ഞ അത് ചെയ്തിരിക്കും. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും ഭയങ്കര ബഹുമാനവും ഭയങ്കര നമുക്ക് ഭയങ്കര ഉള്ളിന്നൊരു റെസ്പെക്ട് തോന്നുന്ന വ്യക്തിയാണ് ഡെന്നിസ് ജോസഫ് സാർ. ഇപ്പം മോൻ ജോസേട്ടനാണേലും ദേവേട്ടനാണേലും നമ്പൂരി സാറിനൊക്കെ ആണെങ്കിലും അദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധം വളരെ വലുതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സിനിമ എന്ന ഹെഡിങ്ങിന്റെ കീഴെ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. സിനിമയിൽ അങ്ങനെ സൗഹൃദങ്ങളില്ല. സിനിമ സക്സസ് ഉള്ളവന്റെ കൂടെ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് വലിയ സൗഹൃദത്തിന്റെ ഒരു ബലമുണ്ട്. എനിക്കത് തോന്നിയത്, ഞാൻ പറയാൻ വരുന്നത്, മനുവങ്കിൾ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തതിൽ മമ്മൂക്കയാണ് നായകനെങ്കിലും ലാലേട്ടനും സുരേഷ് ഏട്ടനും വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സാറിന്റെ പാളയം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഷോട്ടാണേലും വരണ്ടേ. ഒരു ബന്ധം കൊണ്ട് ചെയ്യുന്ന നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയില് മമ്മൂക്കയും ലാലേട്ടനുമായിട്ടുള്ള സീൻ വരുന്നുണ്ട്. ഇത് ഡെന്നിസ് ഏട്ടന്റെ ഒരു സൗഹൃദത്തിന്റെയും കൂടെ ബലമാണ് ഈ വരുന്നത്. അല്ലാതെ നടക്കൂല പ്രോജക്റ്റ്. മമ്മൂക്ക ഈ ഡെന്നിസിന്റെ ഒരു ബന്ധം കൊണ്ടാണത്. പിന്നെ ജോഷേട്ടൻ ഒരാള് അപ്പുറത്തുള്ളത് കൊണ്ടാണ്. അതിലാണ് ഈ പറഞ്ഞ, ഇപ്പം നേരത്തെ മോൻ ജോസേട്ടൻ പറഞ്ഞു നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സൗഹൃദ സദസ്സുകളിൽ അദ്ദേഹം ഇല്ല, വന്നിരിക്കുന്നില്ല. എങ്ങനെയാണ് അതിന്റെ മെയിൻ്റനൻസ് അപ്പം നടക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. അതായത് സിനിമയുടെ അല്ലെങ്കിൽ മാസ്മരിക വലയത്തിന് പിടികൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫായിരുന്നു ഡെന്നിസിൻ്റെത്. പുള്ളി അല്ലാത്ത സമയത്തൊക്കെ ഈ പ്രാർത്ഥനയിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതാ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു തലങ്ങളിലുള്ള ഇതിലാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് സിനിമയുടെ അല്ലാത്തൊരു വിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ദേവേട്ട? ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ചില പടങ്ങൾ കണ്ടിട്ട് എന്നോട് ചോദിക്കും, താൻ എന്തിനാടോ ആ പടത്തിലൊക്കെ പോയി അഭിനയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കേണ്ട മോനെ എന്ന് ഞാൻ അങ്ങനെ പറയാറുണ്ട്. പിന്നെ FIR-ലാണെന്ന് തോന്നുന്നല്ലേ ദേവേട്ടൻ? FIR ഉണ്ടായിരുന്നു. അതിൽ ബറുവ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പോഴും എനിക്ക് തെലുങ്ക് ഓഡിയൻസിന്റെ അടുത്ത് പോകുമ്പോഴും തമിഴ് ഓഡിയൻസ് പോകുമ്പോഴും ഈ ബറുവ എന്ന ക്യാരക്ടർ
എന്നെ പറ്റിയിട്ട് ആൾക്കാരോട് ചോദിക്കാറുണ്ട്. ഗിരിധർ ബർവ എന്ന് രണ്ട് പേര്. ഗിരിധർ ബർബർ വന്നു. ഈ പറയുമ്പോഴേ രഞ്ജി പണിക്കർ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കഥാപാത്രങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് ഒരു മിടുക്കാണ്. നല്ല ഓർമ്മയിൽ നിൽക്കുന്ന പേരുകൾ. ഇപ്പൊ ഗിരിധർ ബർവ എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം മോഹൻ തോമസ് എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിയേട്ടൻ എഴുതുമ്പോൾ നമുക്ക് വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിനോട് വേണമെങ്കിൽ സമയം തോന്നാം. ന്യൂഡൽഹിയിലത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ന്യൂഡൽഹിയിലെ കഥാപാത്രമാണ്. ന്യൂഡൽഹിയിലെ കഥാപാത്രമാണ്. കമ്മീഷണർ പേരുകൾ കുറച്ചേ ഉള്ളെങ്കിലും ഈ അങ്ങനെ ഒരു എഫേർട്ട് പേരുകൾക്ക് വേണ്ടി ഇടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? പറയും, വായിന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ കോട്ടയം വെച്ച് തന്നെ പാപ്പി അപ്പി എന്നൊക്കെ വിളിക്കുന്നത് അപ്പം പറഞ്ഞു പോയതാണ്. പേരിട്ട പേരെന്തോ അല്ല. പാപ്പി മാത്താ പോത്താ എന്നൊക്കെ അപ്പം പറഞ്ഞു പോയതാണ്. അതൊക്കെ കറക്റ്റ് പേര് ട്രാക്കിലായി. എല്ലാവർക്കും ആ ഒരു പാപ്പി മാത്തം പോത്തനൊക്കെ മറ്റേ സംഘത്തിൽപ്പെട്ട ആൾക്കാരല്ലേ? ഏതല്ല, ഉപ്പുകണ്ട പ്രദേശത്തിന്റെ ആ ഗ്രൂപ്പിൽപ്പെട്ട അതില്. അതും ഒരു അത്ഭുതമാണ്. അതായത് ഈ ഇതിലെ കഥാപാത്രങ്ങളല്ലേ ഉപ്പുകണ്ടത്തിലോട്ട്, അത് തന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്നല്ലേ കുഞ്ഞച്ചനിലെ ഈ കഥാപാത്രങ്ങളുടെ സംഘത്തിന്റെ പേര്? അത് തന്നെ. അപ്പൊ ഞാൻ ഡെന്നിസിനോട് ഇത് പറഞ്ഞു. ഡെന്നിസ് പറഞ്ഞു അത് ഞാൻ എഴുതണ്ട, ബാബു ഡെന്നിസ്, കല്ലൂർ ഡെന്നിസ് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിക്ക്, നന്നായിട്ട് എഴുതും എന്ന് പറഞ്ഞു. എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ എല്ലാ കഥകളും ഞാൻ എടുക്കുന്ന എല്ലാ സിനിമകളുടെയും ഇപ്പോൾ പറഞ്ഞ ചെയ്യാൻ പോകുന്നതിന്റെ കഥ വരെ അദ്ദേഹം നേരത്തെ കേട്ട് അവർ ആ റൈറ്റേഴ്സായിട്ട് ഇരുന്നതാണ് അന്ന്. എല്ലാ കഥയിലും പ്രായ്ക്കര പാപ്പാൻ അധികം ഡിസ്കഷൻ ഇരുന്നു, എല്ലാത്തിനും ഇരിക്കും. കാരണം ഒരാൾ നന്നാവുന്നത് ഇഷ്ടമാണ്, അത് അവർ നന്നാവണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് പലർക്കും, വളരെ കുറച്ച് പേർക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിയാണ്, വളരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും നന്നാവണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എന്നല്ല, ആരായാലും റൈറ്റർ എന്നായാലും നന്നാവണം. ഒരു പാട്ടുകാരൻ, എനിക്കൊരു PSCയുടെ മറ്റേ അവിടുത്തെ ഓഫീസുമാരിയായിരുന്നു. ഡെന്നിസിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനൊക്കെ അറിയാം, ഇടയ്ക്ക് ഇദ്ദേഹം വരുന്നതാണ്, ഞാനും ഇടയ്ക്കുള്ളതാണ്. കുറേ നടന്മാർ, കുറേ പാട്ടുകാർ, കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ വീട്ടിൽ കാണും ഇപ്പോഴും. ഈ ആഴ്ചപ്പതിപ്പ് നേരത്തെ നമ്പൂരി സാർ പറഞ്ഞു, ആഴ്ചപ്പതിപ്പുകളുടെ വായന അല്ലെങ്കിൽ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ വായന ധാരാളം ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്ന നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട്. ഈ പാളയം അങ്ങനെ വന്നിരുന്നു. പാളയം നോവലാണ്, അത് എന്റെ നിർബന്ധം കൊണ്ട് എഴുതിയതാണ്. പാളയം എഴുതാൻ താല്പര്യമില്ലായിരുന്നു, ഞാൻ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹബന്ധം കൊണ്ട് എഴുതിയതാണ്. കാരണം അങ്ങനെ ഒരു ഇത് നോവലായതുകൊണ്ട്. അതെ. ഇപ്പൊ ന്യായവിധി അങ്ങനെയല്ലേ? ന്യായവിധിയും ആനുകാലികത്തിൽ വന്നതാണ്. ഇത് ജോസി വാഗമറ്റത്തിന്റെ ഒരു നോവലാണ്. നോബൽ എന്ന് പറയുന്ന കഥാപാത്രം വന്നത്. എനിക്ക് ശിബിരം ഇദ്ദേഹമാണ്. ശിബിരം ഇദ്ദേഹം തന്നെ എഴുതിയത്. ഇതിന്റെ തുടർച്ച പോലെ വന്നാണ്. അത് 2 നോവൽ മിക്സ് ചെയ്തിട്ട് അത് നിർബന്ധം കൊണ്ട് എഴുതലാണ്. കാരണം അങ്ങനെ ഒരു എഴുതാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊക്കെ പുറത്തുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഈ 80കളുടെ തുടക്കത്തിൽ കട്ട്കട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാസികയുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ഡെന്നീസും ഈരാളി ചേട്ടൻ, അതെ, ഈരാളിയുമാണ്. അശോകനും ഉണ്ടായിരുന്നു, ഗായത്രി അശോകനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ യാദൃശ്യമായിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോകല്ലോ ഓരോരുത്തരുടേത്. ഈ മാസികയെ പറ്റി പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഒരാളുടെയും കൂടെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് കാണാം. പ്രിയപ്പെട്ട ഡെന്നിസ് ജോസഫ് സാറിനെ, അഭിനേതാവ്, നാടക പ്രവർത്തകൻ, നമ്മളീ പറഞ്ഞ ചില വായനയും ശീലങ്ങളും ഒക്കെ ഉള്ള ആളുകളിൽ ഒരാളാണ് സുനിൽ സുഗത ചേട്ടൻ അനുസ്മരിക്കുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ താല്പര്യപൂർവ്വം വായിച്ചിരുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, കട്ട് എന്ന് പറഞ്ഞിട്ട്. കുറച്ച് പഴയ തലമുറയിൽപ്പെട്ടവരെ ഓർക്കുന്നുണ്ടാവും. വളരെ ഹാസ്യാത്മകമായിട്ട് സിനിമയിലെ സംഭവ വികാസങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു മാഗസിൻ ആയിരുന്നു അത്, കട്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എഡിറ്ററായിരുന്നു. അതിനുശേഷം ഞാൻ ചില സിനിമ, അപ്പോൾ ആദ്യം കാണുന്ന രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് സിഡ്നി ഷെല്ലിൻ്റെ നോവൽ വായിക്കുന്നത്, റേഞ്ച് ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞത്. അങ്ങനെ പല ഈറൻ സന്ധ്യ, ഈ പലപ്പോഴും പുറത്തുള്ള ചില സബ്ജക്റ്റുകൾ അദ്ദേഹം അഡോപ്റ്റ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ 2 നടന്മാരെ അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തു. രാജൻ P. ദേവും NF വർഗീസ് ആയിരുന്നു. അദ്ദേഹം നമ്മൾ കുറേ കാലം കൂടി നമ്മുടെ ഒപ്പം ജീവിക്കേണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മളെ വിട്ടു പോയി. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. ഈ നമ്മുടെ തസ്കരവീരൻ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഡെന്നിസ് തിരക്കഥ എഴുതിയതിൽ ലാസ്റ്റ് ചെയ്ത പടമാണ്. അതിലെനിക്ക് ആദ്യം വെച്ചിരുന്നൊരു വേഷം ഒരു പള്ളിയിലച്ഛൻ്റെ വേഷമാണ്. പക്ഷേ ഈ പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തമാശക്കാരനാണ്. അത്യാവശ്യം മദ്യപിക്കും, ചീട്ട് കളിക്കും. പിന്നെ ഈ കുളക്കടവിൽ ആരെങ്കിലും കുളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി മാമോദിസ ബലമായിട്ട് പിടിച്ച് മുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതെന്നോട് ഡെന്നിസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞു, ഡെന്നിസ് അങ്ങനെ ഒരു സംഭവം ഇല്ല ക്രിസ്ത്യാനിറ്റിയിൽ. ഇത് ഇങ്ങനെ ബലമായിട്ട് മാമോദീസ മുക്കുന്ന ഒരു സംഭവം ഇല്ല, അതുകൊണ്ട് ഞാൻ ആ കഥാപാത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണോ?
എങ്കിൽ പിന്നെ നമുക്ക് ആ ക്യാരക്ടറെ വേണ്ടെന്ന് വെക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. ഓ എന്നിട്ട് പിന്നെ ഞാൻ മധുസാറിനെ കൊല്ലുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പിന്നെ അതിൽ ചെയ്യുന്നത്. ഒരു പള്ളിയിലച്ഛൻ എന്ത് പെട്ടെന്ന് ഒരു കൊലപാതകയായിട്ട് മാറി എന്നുള്ളതാണ് അല്ലേ വേണ്ടത്. അതൊക്കെയാണ് നിമിത്തം എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ ഏതാണ്ട് 15 അധികം സിനിമ, 15 കൂടുതൽ സിനിമകൾ മമ്മൂക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഹിറ്റ്. ഈ സരോവരം എന്നൊക്കെ പറയുന്ന നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സിനിമകൾ ഇവരുടെ കോമ്പിനേഷനിൽ വന്ന് സൂപ്പർ ഹിറ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഫാൻറ്റം പൈലി എന്ന് പറയുന്ന അല്ലേ, ഫാൻറ്റം പൈലി എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുണ്ട്. ഒളിയമ്പുകൾ, മഹാനഗരം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സിനിമ, സംഘം, എത്രയോ സിനിമകളാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. ഒരു എഴുത്തുകാരൻ തന്നെ ഒരു നടന്റെ 15 പടം, വളരെ റയറാ അത്. ഇപ്പൊ അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല അല്ലേ. വീണ്ടും സായം സന്ധ്യ, ഇതൊക്കെ അവരുടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സിനിമകളാണ്. ഒരേ എഴുത്തുകാരൻ ഇത്രയും, ഒരു സംവിധായകനും ഉണ്ട് കേട്ടോ. ഇവർക്കെല്ലാം അങ്ങനെ ഈ പഴയ ബാച്ചിലുള്ള എല്ലാവർക്കും 10-ലധികം സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനും ഹീറോയും ഉണ്ട്. ഇനി അതൊരു ലാലേട്ടന്റെ സിനിമകളും അത്രയ്ക്കത്തെ സിനിമകൾ, വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, രാജാവിന്റെ ഇന്ദ്രജാലം, രാജാവിന്റെ മകൻ, അപ്പു, അങ്ങനെ കുറെ, അപ്പു, ഗാന്ധർവം, എത്രയോ സിനിമകൾ ചെയ്ത് ഈ 2 താരങ്ങളെയും വെച്ച് ഇത്ര 10-15 പടങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പുറം ഇപ്പുറം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. നമ്പൂരി സാർ അവിടെ ലൊക്കേഷൻ ചെല്ലുമ്പം നടനായിട്ടാണ് ചെല്ലുന്നതെങ്കിലും അധ്യാപകനാണല്ലോ. നമുക്കൊക്കെ ഇപ്പോഴും എന്തൊക്കെ വന്നാലും നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇരുന്നെടുത്ത് എണീറ്റ് പോവുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അധ്യാപകർ പലപ്പോഴും ഇരുന്നോളം പറഞ്ഞാലും ഉണ്ട്. അപ്പോൾ ഈ അധ്യാപകനെ ഡയറക്റ്റ് ചെയ്യുമ്പം, ഇപ്പം ഒരു നടനെന്നുള്ള നിലയിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്ന നമ്പൂരി സാറിന് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുമ്പം വിദ്യാർത്ഥിയുടെ വിനയം ഉപയോഗിക്കുമായിരുന്നോ അതോ എഴുത്തുകാരന്റെ ഒരു പവർ തന്നെയാണോ പറഞ്ഞു തന്നോണ്ടിരുന്നത്? അല്ലല്ല, ഡെന്നിസ് ആ സീനിലേക്ക് വരാറില്ല. ഞാൻ അഭിനയിക്കുന്ന സീനിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ശരിയാണ്. പക്ഷെ നേരെ ഫ്രണ്ടിലെങ്ങും വരില്ല, ക്യാമറയുടെ ബാക്കിലും കാണുകയല്ല. ജോഷി സാറിന്റെ സിനിമയിലാണല്ലോ ആദ്യമായിട്ട് ഞാൻ കമേഴ്ഷ്യൽ സിനിമയിൽ വരുന്നത്, അരക്കൂട്ട്. അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ ഡെന്നിസ്. ഗുരുദക്ഷിണ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഡെന്നിസ് പറഞ്ഞതായിട്ടറിയാം, ഇത് ഞാൻ എൻ്റെ സാറ് നമ്പൂരി സാറിന് കൊടുക്കുന്നത് ഗുരുദക്ഷിണയാണ്. ആ കാസ്റ്റിങ് ഒരിക്കലും ആ സീനിൽ ഡെന്നിസിനെ നമ്മളിങ്ങനെ ഒരു കട്ട് പറഞ്ഞു കേട്ട് ഇങ്ങനെ പരത്തി നോക്കിക്കഴിഞ്ഞാൽ ഡെന്നിസിനെ അവിടെ എവിടെയും കാണുകയല്ല. ഞാൻ ഓർക്കുന്നു, എന്താ ഈ മനുഷ്യൻ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്നോട് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് പറയരുതേ, കാണുമല്ലോ അവിടെ. പക്ഷേ അന്ന് രാത്രിയിലോ മറ്റോ നമ്മൾ മുറിയിലേക്ക് ചിലപ്പം വിളിച്ചു പറയും, സാറേ ഇന്ന കാര്യം കുഴപ്പമില്ല, പക്ഷേ അത് ഇനിയിപ്പോൾ നാളെ എടുക്കാൻ പോകുന്ന വേറൊരു സീനായി, ഇന്നതായിരിക്കും സംഭവം, കുറച്ചുകൂടി ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ 2-ാമത്തെ ദിവസം ആ ശ്രദ്ധ മോശമായിപ്പോയി എൻ്റെ. അത് കഴിഞ്ഞിട്ട് അപ്പം ആ സീൻ എടുക്കണ്ട തീരുമാനിച്ചു ജോഷി സാറ്. ശ്രദ്ധ മോശമായിപ്പോയോ? ശ്രദ്ധ മോശമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഡെന്നിസ് പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് ആ സീൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു ജോഷി സാർ. വേറെ സീൻ ആർട്ടിസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. രാത്രി എന്നെ വിളിച്ചു, സാറേ ഉറങ്ങിയോ? ഇല്ല ഉറങ്ങിയില്ല. എന്നല്ലേ ഒരു 2 അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക, നാളെ പറയാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ടെൻഷൻ വേണ്ട, റിലാക്സ് ചെയ്യൂ. അതാണ്. ഇപ്പൊ മോഹൻ ജോസേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, ഒരു പള്ളിയിലച്ഛൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ കഥാപാത്രത്തെ മാറ്റി. സാധാരണ ഒരു കഥാപാത്രം മാറുമ്പോ ആർട്ടിസ്റ്റും മാറും. ഇല്ല, എന്നെ ആ പടത്തില് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കഥാപാത്രത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അതും ഉപേക്ഷിച്ചു. പിന്നെ 3-ാമത് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, അഡ്വാൻസും കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു വണ്ടി വരും, അത് കയറി വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ല, പോയി ചെയ്തു. ഡെന്നിസേ എഴുതാൻ വിമുഖനാ. റൈറ്റിംഗ് എന്നുള്ള ഇതുണ്ടല്ലോ, ആ പ്രോസസ്സ് വിമുഖനാ. അതുകൊണ്ട് പലപ്പോഴും എഴുതുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പലപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള പേരല്ല, സ്ക്രിപ്റ്റ് പറയുന്നയാളെന്നുള്ള രീതിയിൽ വേണം അത് എല്ലാം. അത് എഴുതിക്കുകയാണെങ്കിൽ തന്നെ അസിസ്റ്റൻസിനെ കൊണ്ട് എഴുതിക്കൊള്ളൂ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സീൻ ഇന്നത് സംഭവം, 1 ലൈൻ ഉണ്ടാവുമല്ലോ, എന്നിട്ട് പുള്ളി അങ്ങ് പറയുകയാണത്. അതിൻ്റെ ഡയലോഗ്, ഇന്നയാളുടെ ഡയലോഗ്, മറ്റേ ഡയലോഗ്. ഈ ഡയലോഗ് പറയുന്നതിൻ്റെ കൂടെ ഡെന്നിസ് അഭിനയിക്കുകയും ചെയ്യും. അഭിനയിക്കെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഓവറാ പുള്ളിയുടെ അഭിനയങ്ങൾ. സ്വതേ നമ്മളോട് വർത്തമാനം പറയുമ്പോഴും അതെ, ഈ മുഖത്തെ മസിൽസൊക്കെ അങ്ങനെയൊക്കെ ഇല്ലേ, വർത്തമാനം പറയുമ്പോൾ ഒരു ഓവർ ആക്ഷൻ കാണിക്കുന്ന ആളാ. ഈ
ഈ അദ്ദേഹത്തിന്റെ അവതരണത്തെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. മറ്റൊരു ചാനലിൽ അദ്ദേഹം ഇങ്ങനെ അനുഭവ കഥകൾ പറയുന്ന എപ്പിസോഡുകൾ നമ്മൾ കാണുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള പോലെ തന്നെ എഴുതിയ കഥയോ കഥാസന്ദർഭങ്ങളോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനേക്കാളും ജീവിച്ചു തീർത്ത കഥാസന്ദർഭങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലുണ്ടായ കഴിഞ്ഞുപോയ സന്ദർഭങ്ങൾ അദ്ദേഹം പറയുന്നത് വളരെ രസകരമായിട്ടാണ്. നമ്മൾ കേൾക്കുന്ന ആൾക്ക് അത് മുഴുവൻ അതിൻ്റെ ഒരു വിഷ്വലും ഒരു കാലഘട്ടവും. ഇപ്പം ഞാൻ നേരത്തെ സുരേഷ് ബാബു സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ അവിശ്വസനീയമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ വളരെ വിശ്വസനീയമായ ഒരു അവതരണം അതിന് അതെ ഉണ്ടാവണം. ഒരു അവതരണം അതിനുണ്ടാകണം. ആ അവതരണത്തിലൊക്കെ വിദഗ്ധനായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് അല്ലേ? സാധാരണ ഇന്റർവ്യൂ പോലും കൊടുക്കാത്ത ആളാണ്. എനിക്ക് ആ ചാനലിന്റെ ആ ഇന്റർവ്യൂ കണ്ട് അത്ഭുതം തോന്നി. പക്ഷെ അത് റെക്കോർഡായിട്ട് ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ഇപ്പോഴും ഫീലാണ്. ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തത് അദ്ദേഹമാണ്. ആ ചാനലിന്റെ ആ ഇന്റർവ്യൂ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തത് അദ്ദേഹമാണ്. ഈ അവസാന നാളുകളിൽ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത് അദ്ദേഹത്തിന്? ഞാൻ മിക്ക ദിവസവും കാണും, അതിലെ പോണ വഴി കയറും, വിളിക്കും. ആ സമയത്ത് മോൻ ജോസഫിന് വിളികളൊക്കെ ഇല്ലേ? വിളികളുണ്ട്, സംസാരിക്കും. പക്ഷെ പുള്ളി അങ്ങനെ നിരാശനൊന്നും ആയിരുന്നില്ല. ഒരു കാര്യത്തിലും അങ്ങനെ പടമില്ലാണ്ട് ഒന്നും. ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞിട്ട് എന്നോട് പറയും നിങ്ങളുടെ കൈയക്ഷരം നല്ലതാണ്, ഞാൻ എഴുതിയാൽ ഒന്നും മനസ്സിലാവില്ല, ഒന്നും എഴുതി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു ദിവസം എഴുതിപ്പിച്ചു. കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം നന്നായിട്ട് പോകുന്നു. വൈഫ്, 3 കുട്ടികൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്മനസ്, അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയാണ് ഫുൾ മുമ്പിൽ നിന്ന് സുരേഷ് ഗോപിയാണ്. പിന്നെ മമ്മൂക്കായുടെ സപ്പോർട്ട്, മോഹൻലാലിൻ്റെ സപ്പോർട്ട്, ബാക്കി എല്ലാ ആൾക്കാരുടെയും ഭീകരമായ ഒരു സപ്പോർട്ട് ആ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി എവിടെയാണ് ഡെന്നിസിൻ്റെ സ്ഥാനം എന്നുള്ളത്. ഈ ഓർമ്മ പങ്കുവെക്കുന്നതിനിടയിൽ എവിടെയോ പറഞ്ഞതുപോലെ ഒരു എഴുത്തുകാരൻ, ചലച്ചിത്ര പ്രവർത്തകൻ, സംവിധായകൻ ഒക്കെ പലപ്പോഴും അവർക്ക് ശേഷവും അവരുടെ കഥാപാത്രങ്ങളിലൂടെ, മുഹൂർത്തങ്ങളിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ നമുക്കിടയിൽ ജീവിക്കും. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ് ഈ എപ്പിസോഡിലുടനീളം നമ്മൾ പങ്കിട്ടത്. ഒരുപാട് മലയാള സിനിമയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ അതിൽ പലതവണ ആവർത്തിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുടെ പിന്നിൽ ചലിച്ച തൂലികയെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡിലുടനീളം ഓർത്തു. ജോസേട്ട, ദേവേട്ട, സുരേഷ് ബാബു ചേട്ട, തിരുമേനി സാർ, നമ്മളൊരു ആൽബം സൈൻ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. അതിലേക്ക് കിടക്കാം.